Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സിലെ ഹെഡ്ര ഷേപ്പിനെ കുറിച്ചാണ്. അതിനായി കോമൺ പാനലിൽ പ്ലസ് ഐക്കൺ കാണാം. ക്രിയേറ്റ് എന്നതാണ് ഇതിന്റെ അർത്ഥം. ക്രിയേറ്റ് ഷേപ്പ്. അതിന് തൊട്ട് താഴെ ജോമെട്രി എന്ന് കാണാം. അതിന് തൊട്ട് താഴെ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് എന്നാണ് ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് കാണുന്നത്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സ് രണ്ടാമത്തെ ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഹെഡ്ര ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് മൗസ് ഒന്ന് ഡ്രാഗ് ചെയ്ത് വരച്ചെടുക്കുക. ഇതാണ് നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് കിട്ടുന്ന ഷേപ്പ്. നമുക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ പ്ലസ് ഐക്കണ് റൈറ്റ് സൈഡിലുള്ള മോഡിഫൈ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഹെഡ്ര എന്ന ഷേപ്പ് കാണുന്നത്. ഞാൻ ജസ്റ്റ് ഔട്ട് സൈഡിൽ ക്ലിക്ക് ചെയ്തു വിചാരിക്കുക. നമ്മൾ ഒറ്റ ഒബ്ജക്റ്റും സെലക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് മോഡിഫൈ ലിസ്റ്റിൽ നമുക്ക് ഒറ്റ ഒബ്ജക്റ്റും കാണാത്തത്. നമ്മൾ ആ ഒബ്ജക്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഹെഡ്ര എന്ന ഷേപ്പ് കാണാം. ഇവിടെ ഹെഡ്ര എന്ന ഷേപ്പിൽ തന്നെ വീണ്ടും നമുക്കൊരു 5 ഫാമിലി ഉണ്ട്. അതിൽ ടെട്ര എന്ന ഷേപ്പിൽ നമ്മൾ വരയ്ക്കുമ്പോൾ 4 ഫേസ് ആണ് ടോപ്പിലും അതേപോലെ താഴെയും കൂടിയിട്ട് ചേർന്നിട്ടുള്ളത്. അതിൽ തന്നെ ഫാമിലി പാരാമീറ്റേഴ്സ് ഉണ്ട്. 4 ഫേസ് ആണ് നമുക്കുള്ളത്. ഫാമിലി പാരാമീറ്റേഴ്സിൽ പി വാല്യൂ ജസ്റ്റ് ഞാൻ കൂട്ടി കൊടുത്ത് വരയ്ക്കുക. പി വാല്യൂ കൂട്ടുന്നതനുസരിച്ച് ഷേപ്പ് മാറുന്നത് കാണാം. മാക്സിമം വാല്യൂ നമുക്ക് P1 വരെ കൂട്ടി കൊടുക്കാൻ പറ്റും. അതേപോലെ 0 ആക്കാനും പറ്റും. ഇപ്പോൾ പി വാല്യൂ 1 ആക്കിയപ്പോൾ ഒരു 4 ഫേസുള്ള ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ക്യൂ വാല്യൂ ആണ് മാറ്റുന്നതായിരിക്കുക. ക്യൂ വാല്യൂ കണ്ട മാറുന്നതനുസരിച്ച് പി വാല്യൂ കുറഞ്ഞു തുടങ്ങി കണ്ട. ഇപ്പോൾ ക്യൂ വാല്യൂ 1 ആക്കുമ്പോഴും 4 ഫേസുള്ള ഷേപ്പിനെ കിട്ടുന്നത്. പക്ഷെ ഒന്ന് റീഅറേഞ്ച് ആയി. അതായത് പി വാല്യൂ 1 ഉള്ള ഷേപ്പ് അല്ല. പി വാല്യൂ 1 ആകുമ്പോഴും 4 ഫേസ് തന്നെ ഉള്ളത്. പക്ഷെ ഒന്ന് റീഅറേഞ്ച് ആയിട്ടുള്ള ഷേപ്പാണ് കിട്ടുക. ക്യൂ 1 ആകുമ്പോഴുള്ള ആ ഷേപ്പ് അല്ല, ഒന്ന് വ്യത്യാസം വരും. ഈ ക്യൂബ് എന്ന ഷേപ്പാണ് ക്ലിക്ക് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ പി വാല്യൂ ഡീഫോൾട്ട് ആയിട്ട് കിട്ടുക 0 ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ആരോടെ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് 0 ആക്കാൻ പറ്റും. ഇതാണ് നമുക്ക് ആദ്യം കിട്ടുന്ന ഷേപ്പ്. ക്യൂബ് പറഞ്ഞ 4, ഒക്ട പറഞ്ഞ 6. ഇങ്ങനെയായിരിക്കും ഷേപ്പ് കിട്ടുക. ഈ ക്യൂബ് നാക്കണമെങ്കിൽ ഈ പിയുടെ അവിടെ വാല്യൂ മാറ്റിയിട്ട് ഒന്ന് 1 ആക്കി കൊടുക്കുക. കണ്ടോ, 1 ആക്കുമ്പോൾ ക്യൂബ് കിട്ടും. പിയുടെ അവിടെ ക്യൂബ് 1 ആക്കല്ല, ക്യൂയുടെ അവിടെ നമ്മൾ 1 ആക്കി കൊടുക്കുക. ക്യൂയുടെ അവിടെ 1 ആക്കി കൊടുക്കുമ്പോൾ കറക്റ്റ് ക്യൂബ് കിട്ടും. പിയുടെ അവിടെ 1 ആക്കി കൊടുക്കുമ്പോൾ ക്യൂബ് അല്ല കിട്ടുന്നത്, വേറെ ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, ക്യൂടെ അവിടെ 1 കൊടുക്കുമ്പോൾ ടെട്ര വെച്ചിട്ട് 0 കൊടുക്കുന്ന ഷേപ്പ് കിട്ടുന്നത്. കണ്ട, ടെട്രയിൽ നമ്മൾ 0 കൊടുത്തിരിക്കുക. അപ്പോൾ ആ ഷേപ്പാണ് നമുക്ക് ക്യൂബിലും കിട്ടുന്നത്. ക്യൂബിലും ഈ ഒരു ഷേപ്പ് തന്നെ കിട്ടുന്നത്. ക്യൂബിൽ P1 ആക്കി കൊടുത്തിരിക്കുക. കണ്ട, ഈ ഒരു ഷേപ്പ് തന്നെ കിട്ടുന്നത്. നമുക്ക് ഓരോ ഷേപ്പിനനുസരിച്ച് മാറ്റം വരുത്താൻ പറ്റും. ഈ ഡോഡക്ക് എടുത്ത് വരയ്ക്കുക. ഡോഡക്ക് എടുത്തിട്ട് നമ്മൾ വരയ്ക്കാൻ വരയ്ക്കുക. ഡോഡക്കിലെ ഡീഫോൾട്ട് ആയിട്ട് വരിക ഈ ഒരു ഷേപ്പാണ് വരിക. 10 or 12 ഫേസസ് ഉണ്ടാവും ഡോഡക്കിൽ. കണ്ട, 1 2 3 4 5 6 7 8 9 10 11 12 ഷേപ്പ് ഉണ്ട്. 3 6 7 8 8 4 12 അങ്ങനെയാണ് 12 ഷേപ്പ് ഉള്ളത്. 10 അല്ലെങ്കിൽ 12 ഷേപ്പ് അങ്ങനെയാണ് ഡോഡക്കിൽ ഉണ്ടാവുക. ഡോഡക്കിൽ നമുക്ക് ഡീഫോൾട്ട് ആയിട്ടൊരു ഫുട്ബോൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പിയുടെ വാല്യൂ ജസ്റ്റ് 0.35 അല്ലെങ്കിൽ 0.36 ആ റേഞ്ച് അടിച്ചു കൊടുത്താൽ ഫുട്ബോൾ കണ്ട ഫുട്ബോൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഷേപ്പ് കിട്ടും. അത് ഡീഫോൾട്ട് വാല്യൂ ആണ്. ഇനി അതിൽ തന്നെ നമുക്ക് പി വാല്യൂ ക്യൂ വാല്യൂ മാറ്റി വരുത്തിയാൽ അതിനനുസരിച്ച് ഷേപ്പ് മാറുന്നത് കാണാം. ഡീഫോൾട്ട് ആയിട്ടുള്ള ഷേപ്പ് നമുക്ക് ഏത് ഷേപ്പാണ് ക്രിയേറ്റ് ആണെന്ന് നമുക്ക് പ്രീ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതാണ് പി വാല്യൂ ക്യൂ വാല്യൂ വെച്ചിട്ട് നമ്മൾ മാറ്റം വരുത്തിയിട്ട് ഏത് ഷേപ്പാണോ വേണ്ടത് അത് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ 2 ഓപ്ഷൻ കൂടി ഉണ്ട്, *1 *2. *1 ഡീഫോൾട്ട് ഷേപ്പ് ഇങ്ങനെയായിരിക്കും. *2 ഡീഫോൾട്ട് ഷേപ്പ് ഇങ്ങനെയായിരിക്കും. *1 തന്നെ നമുക്കിപ്പോൾ പി വാല്യൂ മാറ്റണമെങ്കിൽ പി വാല്യൂ മാറ്റാം, ക്യൂ വാല്യൂ മാറ്റണമെങ്കിൽ ക്യൂ വാല്യൂ മാറ്റാം. ഈ പിയും ക്യൂ അല്ലാണ്ട് നമുക്കിപ്പോൾ ആക്സിസ് വെച്ചിട്ടും നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പം ഞാൻ പി ആക്സിസ് മാറ്റാണ്. കണ്ടോ, പിയുടെ ആക്സിസ് മാറ്റുമ്പോൾ പി വാല്യൂ ആക്സിസ് വെച്ച് മാറ്റുമ്പോൾ അതിനുള്ള അനുസരിച്ച് ഷേപ്പ് മാറും. അതിൽ പിയും ക്യൂവും ആറും ഡീഫോൾട്ട് ആയിട്ട് 100 ആയിരിക്കും ഉണ്ടാവുക. ഞാൻ ക്യൂ മാറ്റാണ് വിചാരിക്കുക. ക്യൂടെ 100 മാറ്റിയിട്ട് കണ്ടോ, ക്യൂ മാറ്റുന്നതനുസരിച്ച് ക്യൂവിൻ്റെ ആക്സിസ് ഉള്ള വാല്യൂസ് മാറ്റം വരുന്നത് കാണാം. അതേപോലെ നമുക്ക് 6 മാറ്റാൻ പറ്റും.
കണ്ട 6 മാറ്റുമ്പോൾ 6-നനുസരിച്ച് മാറും. ഇത് നമുക്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ചു കൊടുക്കുക, 0 കിട്ടും. നമുക്ക് റീസെറ്റ് പറഞ്ഞാൽ 100 ആണ്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത 0യിലേക്കാണ് പോവുക. 0 0. ഞാൻ റീസെറ്റ് അടിച്ചു വരിക. അപ്പൊ കണ്ട അല്ലാതെ 100ലേക്ക് പോകും. നമുക്ക് ഇതിന്റെ റേഡിയസ് മാറ്റി കുറച്ചുകൂടി ഹയർ റേഡിയസ് വേണമെങ്കിൽ ജസ്റ്റ് റേഡിയസ് കൂട്ടി കൊടുക്കുക. ഇത്രയാണ് നമുക്ക് ഹെഡ്ര ഷേപ്പിൽ പഠിക്കാനുള്ളത്. ഒന്ന് പഠിക്കാൻ പോകുന്നത് ടോറസ് നോട്ടിനെ കുറിച്ചാണ്. നമുക്ക് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൽ ഒരു ടോറസ് ഉണ്ട്. ആ ടോറസ് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പാണ് ക്രിയേറ്റ് ആവുന്നത്. കണ്ട സർക്കിൾ പോലെ ഒരു ഷേപ്പാണ് ക്രിയേറ്റ് ആവുന്നത്. നമുക്ക് സെഗ്മെന്റ്സും വിസിബിൾ ആവണമെങ്കിൽ F3 എന്ന് അടിച്ചു കൊടുത്താൽ മതി. കണ്ട ഇതാണ് ടോറസ്. ടോറസ് നോട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിന് തൊട്ട് താഴെ എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സ് ഉണ്ട്. ഈ എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സിന് ടോറസ് നോട്ട് ക്ലിക്ക് ചെയ്യുക. ടോറസ് നോട്ടിൽ നമുക്ക് ക്രിയേഷൻ മെത്തേഡ് 2 ഉണ്ട്. ഡയാമീറ്റർ വെച്ചിട്ടും ക്രിയേറ്റ് ചെയ്യാം, റേഡിയസും വെച്ചും ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നോട്ട് സർക്കിൾ നമ്മൾ ഇപ്പം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടോറസ് നോട്ട് പോലെയാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ജസ്റ്റ് ഒരു ക്ലിക്ക് കൂടി കൊടുക്കുക, അപ്പം അത് ക്രിയേറ്റ് ആയി. ഇത് നോട്ടിന് പകരം നമ്മൾ സർക്കിൾ എന്ന് കൊടുക്കുകയാണെങ്കിൽ കണ്ട നമ്മുടെ ടോറസ് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിന്റെ ടോറസ് വെച്ച് ക്രിയേറ്റ് ചെയ്ത പോലെ ആയിരിക്കും. നോട്ട് വെച്ച് ക്രിയേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ കൂട്ടക്കെട്ട് പോലെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോറസ് നോട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ പ്ലസ് ഐക്കന് തൊട്ട് താഴെ റൈറ്റ് സൈഡിൽ മോഡിഫൈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. മോഡിഫൈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതുകൊണ്ടാണ് ഇവിടെ ടോറസ് നോട്ട് എന്ന് കാണിക്കുന്നത്. ഞാൻ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ടില്ലായിരിക്കും. ഒറ്റ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ മോഡിഫയർ ലിസ്റ്റിൽ കാണിക്കില്ല. ഈ ഒബ്ജക്റ്റ് ആണ് സെലക്ട് ചെയ്തെങ്കിൽ ടോറസ് എന്നാണ് കാണിക്കുന്നത്. ഈ ഒബ്ജക്റ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടോറസ് നോട്ട് കാണിക്കും. ടോറസ് നോട്ടിൽ നമുക്ക് എൻറ്റയർ റേഡിയസ് വലിപ്പം കൂട്ടണമെങ്കിൽ ഈ റേഡിയസിന് വാല്യൂ കൂട്ടിയാൽ മതി. നമുക്ക് എൻറ്റയർ മൊത്തത്തിലുള്ള റേഡിയസ് കൂടുന്നത് കാണാം. ഇനി ഇങ്ങനെ കണ്ട ഇങ്ങനെയുള്ളതാണ് സെഗ്മെന്റ്സ്. അപ്പോൾ സെഗ്മെന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ കണ്ട ആഡ് ചെയ്യാൻ പറ്റും. സെഗ്മെന്റ്സ് കണ്ട നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. സെഗ്മെന്റ്സ് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഡിക്രീസ് ചെയ്യാം. ആരൊക്കെ നോക്കിയാൽ മതി. ഇനി 2 P വാല്യൂം Q വാല്യൂ ഉണ്ട്. ഈ P വാല്യൂം Q വാല്യൂം വെച്ച് നമുക്ക് ഇതിന്റെ ഷേപ്പ് നമുക്ക് മാറ്റാൻ പറ്റും. കണ്ട അപ്പൊ ഞാൻ P വാല്യൂ മാറ്റുന്നതനുസരിച്ച് ഇവിടെ കണ്ട ചിലർക്ക് ഹോൾസ് വരുന്ന കാണാനുണ്ട്. അപ്പൊ P വാല്യൂ നമ്മൾ മാറുന്നതനുസരിച്ച് ആ ഷേപ്പ് മാറുന്നത് കാണാം. അപ്പൊ P വാല്യൂ 1 ആയപ്പോൾ എക്സാക്ട് ഷേപ്പായി. ഇനി Q വാല്യൂ 3 ആണ്. Q വാല്യൂ മാറ്റുമ്പോൾ കണ്ട ഇടയ്ക്കൊരു കണ്ട ഇവിടെ ഹോൾസ് വരുന്ന കാണാം. Q വാല്യൂ നമ്മൾ ഡീഫോൾട്ട് ആയിട്ടുള്ള സെറ്റ് ചെയ്യുക. ഡീഫോൾട്ട് ആയിട്ടുള്ള 3 എന്ന് സെറ്റ് ചെയ്താൽ മതി. 3 ആണ് അവിടെ കിടന്നത്. 3 സെറ്റ് ചെയ്താൽ ഡീഫോൾട്ട് ആയിട്ട് ഷേപ്പ് കിട്ടും. നമുക്ക് വാർപ്പ് കൗണ്ട്, വാർപ്പ് ഹൈറ്റ് ഇത് രണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടും നമുക്ക് സർക്കിൾ എന്ന ഓപ്ഷനിൽ മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ക്രോസ് സെക്ഷൻ പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ക്രോസ് സെക്ഷൻ റേഡിയസ് കുറയ്ക്കുക കൂട്ടുക എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആരോ വെച്ചിട്ട് കുറച്ചാൽ മതി. അപ്പോൾ കുറയ്ക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സൈഡ് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇത് അത് നമുക്ക് കൂട്ടണമെങ്കിൽ സൈഡ് കൂട്ടാൻ പറ്റും. കണ്ട ഇപ്പോൾ ഇവിടെ കൂടുന്നത് കാണാം. സൈഡുകൾ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഇനി എസെൻട്രിസിറ്റി ഇപ്പൊ നമുക്ക് ഈ ക്രോസ് സെക്ഷൻ പറഞ്ഞാൽ കറക്റ്റ് സർക്കുലർ ഷേപ്പിലാണ്. എസെൻട്രിസിറ്റി വാല്യൂ 1 ആയപ്പോൾ കറക്റ്റ് സർക്കുലർ ഷേപ്പിലാണ് നമുക്ക് ക്രോസ് സെക്ഷൻ ക്രിയേറ്റ് ആയിട്ടുള്ളത്. അതിന് പകരം നമ്മൾ എസെൻട്രിസിറ്റി കൂട്ടുമ്പോൾ കണ്ട ഒരു ഫ്ലാറ്റ് ഷേപ്പ് വരുന്നത് കാണാം. അങ്ങനെ നമുക്കൊരു ഫ്ലാറ്റ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എസെൻട്രിസിറ്റി വാല്യൂ കൂട്ടി കൊടുത്താൽ മതി. അത് നമുക്ക് നോർമൽ ആയിട്ട് കിട്ടാൻ 1 തന്നെ കൊടുത്തു. ഇനി ട്വിസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ 0 എന്നുള്ള വാല്യൂ നമ്മൾ കൂട്ടി കൊടുത്താൽ സെഗ്മെന്റ്സ് മൊത്തം ട്വിസ്റ്റ് ചെയ്തിട്ട് വരുന്നത് കാണാം. നമ്മൾ സെഗ്മെന്റ്സ് കുറെ കൊടുത്തതുകൊണ്ടാണ് അങ്ങനെ. നമുക്ക് സെഗ്മെന്റ്സ് കുറച്ച് അതിനനുസരിച്ച് ഷേപ്പ് മാറുന്നത് കാണാം. കേട്ടോ ഇനി നമ്മൾ ട്വിസ്റ്റ് തന്നെ വീണ്ടും മാറ്റി കൊടുത്താൽ അതിനനുസരിച്ച് ഷേപ്പ് മാറുന്നത് കാണാം. ട്വിസ്റ്റ് വേണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് കൊടുത്താൽ 0 എന്ന് കിട്ടും. ഇനി ലെംസ് ഇപ്പോൾ 0 എന്ന് കൊടുത്തിട്ടുള്ളത്. ലെംസിന്റെ വാല്യൂ ഒരു 10 കൊടുത്തു വരിക. അതിനുശേഷം ലെംസ് ഹൈറ്റ് കണ്ട ലെംസ് ഹൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചില പോർഷനിൽ ബൾജാവുന്നത് കാണാം. കണ്ട കൂട്ടി കൊടുക്കുന്നു. ലെംസ് ഹൈറ്റ് കൂട്ടി കൊടുക്കുമ്പോൾ ബൾജാവുന്നത് കാണാം. ചില ഏരിയയിൽ മാത്രം. അത് കുറയ്ക്കുമ്പോൾ കുറയുന്നത് കാണാം. ലെംബ് ഓഫ്സെറ്റ് പറഞ്ഞാൽ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എവിടുന്ന് എൻഡ് ചെയ്യണം അത് നമുക്ക് മാറ്റണമെങ്കിൽ ലെംബ് ഓഫ്സെറ്റ് മാറ്റി കൊടുത്താൽ അതിനനുസരിച്ച് സ്റ്റാർട്ടിങ് പോയിന്റ് ലെംബിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ് പോയിന്റും മാറുന്നത് കാണാം. ഇനി ലെംസ് നമുക്ക് വേണ്ടെങ്കിൽ ജസ്റ്റ് ലെംസിന്റെ അവിടെ റൈറ്റിൽ കൊടുത്താൽ 0 എന്ന് വാല്യൂ കിട്ടും. ഇത് നമുക്ക് സ്മൂത്ത് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അല്ലാതെ സ്മൂത്ത് ചെയ്തിട്ടുണ്ട്. ഇനി സൈഡ് മാത്രം സ്മൂത്ത് ചെയ്താൽ നമുക്ക് കണ്ട ഈ ഫേസുകൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും.
ഇനി ഒന്നും സ്മൂത്ത് ചെയ്യണ്ട. ഒന്നും സ്മൂത്ത് ചെയ്യണമെങ്കിൽ സെഗ്മെന്റ്സും ഫേസുകളും ഒക്കെ ക്ലിയർ ആയിട്ട് കാണാം. നമുക്ക് സ്മൂത്ത് ആയിട്ട് കാണണമെങ്കിൽ സ്മൂത്ത് ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കുക. സ്മൂത്ത് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ടോറസ് നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് സർക്കിൾ മെത്തേഡ് വെച്ചിട്ടാണെങ്കിൽ, അതായത് ടോറസ് നോട്ട് എടുത്തു, അതിനുശേഷം ഇവിടെ നോട്ടാണ് പാരാമീറ്റേഴ്സ്, അതിന് പറഞ്ഞാൽ ജസ്റ്റ് സർക്കിൾ മെത്തേഡാണ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ F4 അടിച്ചു, മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഫേസും കൂടി മനസ്സിലാവുക. അതിനുശേഷം നോട്ടാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എടുക്കണ്ടാവുക. നോട്ടിലാണെങ്കിൽ പിയും ക്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. സർക്കിൾ ആകുമ്പോൾ വാർപ്പ് കൗണ്ട് വാർപ്പ് ഹൈറ്റും വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ Alt W കൊടുത്തു. Alt W കൊടുത്ത് 4 വ്യൂവും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എക്സ്റ്റെൻഡ് ചെയ്തു. അതിനുശേഷം ഞാൻ വാർപ്പ് കൗണ്ട് ജസ്റ്റ് ഒരു വാല്യൂ കൂട്ടി കൊടുത്തു. വാർപ്പ് ഹൈറ്റ് കൂട്ടി കൊടുത്തു. മോഡിഫൈ എടുത്തു. സർക്കിള് വാർപ്പ് കൗണ്ട് കൂട്ടി കൊടുത്തു. നേരത്തെ മാറാണ്ടിരുന്നത് നമ്മൾ ഈ ക്രിയേറ്റിന്റെ അവിടെയാണ് മാറ്റിക്കൊണ്ടിരുന്നത്. നമ്മൾ മോഡിഫൈ ആണെങ്കിൽ ജസ്റ്റ് മോഡിഫൈ എന്ന ഓപ്ഷനിൽ എടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റണം. അപ്പൊ മോഡിഫൈ എടുത്തു. വാർപ്പ് കൗണ്ട് കൂട്ടി കൊടുക്കുമ്പോൾ വേണ്ട ആ ഷേപ്പിൽ ഒരു വ്യത്യാസം വരുന്നത് കാണാൻ നമുക്ക് പറ്റും. ഈ വാർപ്പ് ഹൈറ്റ് മാറ്റണമെങ്കിൽ വാർപ്പ് ഹൈറ്റ് കൂട്ടി കൊടുക്കുക. ഈ 70 എന്നുള്ളത് ഒരു 10 കൊടുത്തിരിക്കുക. അപ്പൊ കണ്ട ഷേപ്പ് മാറി. കണ്ട Alt W കൊടുത്ത് ഇതാണ് നമ്മുടെ ഷേപ്പ്. ഈ 10 ഉള്ളത് നമ്മൾ കൂട്ടി കൊടുത്തു ഇരിക്കുക. കണ്ട ഇപ്പൊ 6 കൊടുത്തു, ഒരു 5 കൊടുത്തു. കണ്ട ഒരു അമീബയുടെ ഒരു ഷേപ്പ് ഉണ്ട്. അതേപോലെ നമുക്ക് വാർപ്പ് ഹൈറ്റ് മാറ്റണമെങ്കിൽ ഹൈറ്റ് മാറ്റുക. കണ്ട ഇവിടെ നമ്മൾ ഹൈറ്റ് മാറ്റുമ്പോൾ വാർപ്പ് ഹൈറ്റിനനുസരിച്ച് ഷേപ്പ് മാറുന്നുണ്ട്. ഇവിടുന്ന് ഈ ഒരു ഓരോന്നിലേക്കുള്ള ഹൈറ്റ് നമുക്ക് വ്യത്യാസം വരുന്നുണ്ട്. കൗണ്ട് എത്ര 5 ആണെങ്കിൽ 6, 6, 7 വേണമെങ്കിൽ 7, അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും. ആ ഓപ്ഷൻ സർക്കിൾ എന്ന ഓപ്ഷനിൽ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും നോട്ടിലേത്തെ പോലെ നമുക്ക് മാറ്റാൻ പറ്റും. ലെമ്പ് കൊടുക്കണമെങ്കിൽ ലെംസ് കൊടുക്കാം, ട്വിസ്റ്റ് ചെയ്യണമെങ്കിൽ ട്വിസ്റ്റ് ചെയ്യാം, എസെൻട്രിസിറ്റി മാറ്റണമെങ്കിൽ എസെൻട്രിസിറ്റി മാറ്റാം, സ്മൂത്ത് ചെയ്യണമെങ്കിൽ സ്മൂത്ത് ചെയ്യാം. ബാക്കിയുള്ളതെല്ലാം സെയിം ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാംഫർ ബോക്സിനെ കുറിച്ചാണ്. നമുക്ക് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൽ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഡ്രാഗ് ചെയ്യുക, അതിനുശേഷം ഹൈറ്റ് വരച്ചു കൊടുക്കുക. നമ്മുടെ ചാംഫർ ബോക്സിന് നമ്മുടെ കോർണർ ഷേപ്പ് ഒക്കെ എക്സാക്റ്റ് കോർണർ ആണ്. ഒരു സ്മൂത്ത്നെസ് നമുക്ക് കിട്ടുന്നില്ല. ഹൈറ്റ്, വിഡ്ത്ത്, ലെങ്ത് ഈ 3 മാത്രം. പിന്നെ സെഗ്മെന്റ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷെ നമുക്ക് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൽ എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സിൽ നമുക്കൊരു ചാംഫർ ബോക്സ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. Alt W ജസ്റ്റ് പ്രസ് ചെയ്ത് വ്യൂ വലുതാക്കി. അതിനുശേഷം ഞാൻ ചാംഫർ ബോക്സ് ആദ്യക്ക് ലെങ്ത്തും വിഡ്ത്തും വരയ്ക്കുക. എത്രയാണോ ലെങ്ത്തും വിഡ്ത്തും വേണ്ടത് അത് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഹൈറ്റ് വരച്ചു കൊടുക്കുക. ഹൈറ്റ് കണ്ട, ഹൈറ്റ് വരയ്ക്കുമ്പോൾ ഇവിടെ ഹൈറ്റ് കൂടുന്നത് കാണാം. ഹൈറ്റ് വരച്ചു. അതിനുശേഷം ഫില്ലറ്റ് എമൗണ്ട് എത്രയാണോ വേണ്ടത്, കണ്ട ഫില്ലറ്റ് കണ്ട, ഫില്ലറ്റ് എത്രയാണോ വേണ്ടത് അത് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എസ്കേപ്പ് കൊടുത്ത് ആ ടൂളിൽ നിന്ന് പുറത്തേക്ക് പോകും. ഇനി നമുക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ ഈ പ്ലസ് ഐക്കണ് തൊട്ട് റൈറ്റ് സൈഡിലുള്ളത് ആദ്യം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഒബ്ജക്റ്റ് ഓൾറെഡി സെലക്റ്റഡ് ആണ്. അതിനുശേഷം മോഡിഫൈ നോക്കുക. ഇപ്പോൾ ഒബ്ജക്റ്റ് സെലക്ഷൻ പോയി. അപ്പോൾ ഒബ്ജക്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ലെങ്ത് 17 ആണ്. നമുക്ക് ഫില്ലറ്റ് കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇപ്പൊ ലെങ്ത് കൂട്ടണമെങ്കിൽ ലെങ്ത് കൂട്ടി, വിഡ്ത്ത് കൂട്ടണമെങ്കിൽ വിഡ്ത്ത് കൂട്ടാം, ഹൈറ്റ് കൂട്ടണമെങ്കിൽ ഹൈറ്റ് കൂട്ടാം. ഫില്ലറ്റ് നമുക്ക് ഒരു ലെങ്ത്തിന്റെ ഒരു പകുതി വരെ കൂട്ടാൻ പറ്റും. അപ്പൊ നമുക്ക് Alt W പ്രസ് ചെയ്താൽ 4 വ്യൂ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് കാണാം. എക്സ്റ്റെൻഡ് ചെയ്തു. അതിനുശേഷം ഫില്ലറ്റ് എമൗണ്ട് ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടാ, ഫില്ലറ്റ് ചെയ്യുമ്പോൾ കണ്ട ഈ വാല്യൂ കൂട്ടുന്നതാണ്. അപ്പൊ ഫില്ലറ്റ് ഈ ഒരു ലെവൽ എത്തുന്ന വരെ ഫില്ലറ്റ് കൂട്ടാൻ പറ്റുള്ളൂ. കണ്ട ഫില്ലറ്റ് കൂട്ടി കൂട്ടി ഒരു 17 എത്തുമ്പോൾ നിൽക്കും. അതുവരെ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. 12 കണ്ട 16 പോയിന്റ് ഈ 34ന്റെ ഏതാണ്ട് പകുതി വരെ ആ ഒരു ലെവലെ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. ഇതിന്റെ ലെങ്ത്തിന്റെ പകുതി വരെ കണ്ട ഫില്ലറ്റ് എമൗണ്ട് ഇതുവരെ എത്തി. എക്സാക്ട് സെന്റർ ഷേപ്പിലേക്ക് എത്തി. ഇനി നമുക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പൊ ഫില്ലറ്റ് എമൗണ്ട് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. നമുക്ക് ലെങ്ത്തിന് സെഗ്മെന്റ് ആഡ് ചെയ്യണമെങ്കിൽ സെഗ്മെന്റ് ആഡ് ചെയ്യാം. ഇവിടെ അത് കാണാത്തത് നമ്മൾ ഡീഫോൾട്ട് ഷെയ്ഡിങ് ആയതുകൊണ്ടാണ്. ഡീഫോൾട്ട് ഷെയ്ഡിങ് മാറ്റി എഡ്ജ് ഫേസ് ആക്കുക. ലെങ്ത്തിന് സെഗ്മെന്റ് 32 ആഡ് ചെയ്തിട്ടുണ്ട്. അത് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഇനി നമുക്ക് വിഡ്ത്തിന് സെഗ്മെന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഹൈറ്റ് സെഗ്മെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ ഹൈറ്റ് സെഗ്മെന്റ്സ് വരുന്ന കാണാം. ഈ വ്യൂവിൽ നോക്കിയാലും വ്യത്യാസം വരുന്നത് കാണാം. ഇനി നമുക്ക് ഈ
ഫില്ലറ്റ് ചെയ്ത ഏരിയ കുറച്ചുകൂടി സ്മൂത്ത് ആക്കണമെങ്കിൽ ഫില്ലറ്റ് ഏരിയയിൽ മാത്രം കുറച്ച് സെഗ്മെന്റ്സ് ആഡ് ചെയ്യുക, കുറച്ചുകൂടി സ്മൂത്ത് ആവും. കണ്ട ആ ഒരു ഏരിയ മാത്രം സ്മൂത്ത് ചെയ്യണമെങ്കിൽ ഫില്ലറ്റ് ഏരിയ കണ്ട തീരെ കുറയ്ക്കുമ്പോൾ കണ്ട ഷേപ്പേ മാറി, നമുക്ക് സ്മൂത്ത്നെസ്സും പോയി. അപ്പൊ അവിടെ കുറച്ച് സെഗ്മെന്റ്സ് ആഡ് ചെയ്താൽ നല്ലൊരു ഷേപ്പ് കിട്ടും. പിന്നെ സ്മൂത്ത് ഓഫ് ആക്കിയിട്ട് കൊടുത്താൽ സ്മൂത്ത്നെസ് മനസ്സിലാവില്ല, സ്മൂത്ത്നെസ് പോവും. അതായത് ജസ്റ്റ് F3 അടിക്കുക, F4, F3 കണ്ട ഈ ഫേസുകളൊക്കെ നമുക്ക് സെപ്പറേറ്റ് കാണാൻ പറ്റും. അത് സ്മൂത്ത് ഓൺ ആക്കി കൊടുത്താൽ കറക്റ്റ് സ്മൂത്ത് ആയിട്ട് കിട്ടും. അതിനാണ് സ്മൂത്ത് ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു പില്ലോ ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, പില്ലോ വേറെ രീതിയിലും ക്രിയേറ്റ് ചെയ്യാം. പില്ലോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്കെയിൽ ടൂൾ യൂസ് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ ചാംഫർ ബോക്സ് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് പില്ലോ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ലെങ്ത് കൂട്ടുക, ഒന്ന് ഹൈറ്റ് കുറയ്ക്കുക, പിന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കുക. കണ്ടോ അങ്ങനെ നമുക്കൊരു പില്ലോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ചാംഫർ ബോക്സും വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചാംഫർ സിലിണ്ടറിനെ കുറിച്ചാണ്. നമുക്ക് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൽ ജസ്റ്റ് ഒരു സിലിണ്ടർ കാണാം. ആ സിലിണ്ടർ എടുത്ത് നമ്മൾ വരയ്ക്കുമ്പോൾ ആദ്യം ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചു കൊടുത്തു. അതിനുശേഷം നമുക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത് ആ ഹൈറ്റ് വരച്ചു കൊടുത്തു. അതിന് മോഡിഫൈയിൽ റേഡിയസ്, ഹൈറ്റ് സെഗ്മെന്റ്, ക്യാപ് സെഗ്മെന്റ്, സൈഡ്സ്. എന്നാൽ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിന് തൊട്ട് താഴെ എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സിന് ചാംഫർ സിലിണ്ടർ എന്ന ഓപ്ഷൻ ഉണ്ട്. ചാംഫർ സിലിണ്ടർ ഇതേപോലെ ജസ്റ്റ് ഒരു സർക്കിൾ ആദ്യം വരച്ചു കൊടുത്തു. അതിനുശേഷം ഹൈറ്റ് വരച്ചു കൊടുത്തു. ഇപ്പൊ കണ്ട ഹൈറ്റ് വരയ്ക്കുമ്പോൾ ഇവിടെ ഹൈറ്റ് മാറുന്നത് കാണും. ഹൈറ്റ് വരച്ചു കൊടുത്തു. അതിനുശേഷം ഇവിടെ ഫില്ലറ്റ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഫില്ലറ്റിൽ നമുക്ക് വാല്യൂ ഒന്നുകിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. ഫില്ലറ്റ് മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുക റേഡിയസിന്റെ ഈ ഒരു വാല്യൂ വരെ മാത്രമാണ്. നമുക്ക് സൂം ചെയ്തിട്ട് കാണണമെങ്കിൽ ജസ്റ്റ് സൂം എക്സ്റ്റെൻഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മൾ ചാംഫർ സിലിണ്ടർ ഓപ്ഷൻ യൂസ് ചെയ്ത് വരച്ച സിലിണ്ടർ. അതിൽ ഞാൻ ഫില്ലറ്റിന്റെ ഓപ്ഷൻ ജസ്റ്റ് ഇൻക്രീസ് ചെയ്യണം. കണ്ടാ നന്നായി ഇൻക്രീസ് ചെയ്ത് മാക്സിമം നമുക്ക് 11.145 വരെ ആക്കാൻ പറ്റുമല്ലോ. കണ്ട ഇപ്പൊ ഫില്ലറ്റ് എന്ന ഓപ്ഷനും റേഡിയസ് എന്ന ഓപ്ഷനും ഈക്വൽ ആണ്. അപ്പൊ കണ്ട മാക്സിമം ആ കോർണർ പോയിന്റിലേക്ക് എത്തി. ഇനി നമ്മളിപ്പോ റേഡിയസ് കുറച്ച് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ആ ടോപ്പിൽ നിന്ന് ഈ കോർണർ ഷേപ്പ് പോയി കിട്ടും. അവിടെ ഒരു ചെറിയ ഒരു സർക്കിൾ സർഫസ് ക്രിയേറ്റ് ആവുന്ന കാണാം. കണ്ട അപ്പൊ നമുക്ക് ഇനി ഹൈറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഹൈറ്റ് ആഡ് ചെയ്യാം, ഹൈറ്റ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, ഫില്ലറ്റ് ചെയ്യണമെങ്കിൽ ഫില്ലറ്റ് ചെയ്യാം. പിന്നെ ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്യണമെങ്കിൽ ഹൈറ്റ് സെഗ്മെന്റ് ഉണ്ട്. ഈ വ്യൂവിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കാണാത്തത് നമ്മൾ ഡീഫോൾട്ട് ഷെയ്ഡിങ് ആയതുകൊണ്ടാണ്. ഡീഫോൾട്ട് ഷെയ്ഡിങ് മാറി അവിടെ എഡ്ജ് ഫേസിലും കൂടി ഓൺ ആക്കി കൊടുക്കുക. അപ്പൊ നമുക്ക് സെഗ്മെന്റ് ആഡ് ചെയ്യുന്നത് കാണാം. ഇനി ഹൈറ്റ് സെഗ്മെന്റ് കുറയ്ക്കണമെങ്കിൽ ഇവിടെ നിന്ന് കുറയ്ക്കാനും പറ്റും. ഇനി ഫില്ലറ്റ് സെഗ്മെന്റ് കണ്ട ഫില്ലറ്റ് സെഗ്മെന്റ് ഇടുമ്പോൾ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് കാണാൻ പറ്റും. ഫില്ലറ്റ് സെഗ്മെന്റ് കുറയ്ക്കുമ്പോൾ കണ്ട ആ ഷേപ്പ് കണ്ട അത്ര സ്മൂത്ത് അല്ല. ഫില്ലറ്റ് സെഗ്മെന്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ ഫില്ലറ്റ് ചെയ്ത പോർഷൻ അടക്കം കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് ആ കർവ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇനി സൈഡിൽ സെഗ്മെന്റ് ആഡ് ചെയ്യണമെങ്കിൽ സൈഡിൽ സെഗ്മെന്റ് ആഡ് ചെയ്യാം. കണ്ട സൈഡ് സെഗ്മെന്റ് ആഡ് ചെയ്യണമെങ്കിൽ സൈഡ് സെഗ്മെന്റ്, ഇനി സൈഡ് സെഗ്മെന്റ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഏറ്റവും കുറവ് സൈഡ് സെഗ്മെന്റ് 3 ആണ്. ഏറ്റവും മാക്സിമം 200. കണ്ട അപ്പൊ നമ്മൾ ഇത്ര 6 കുറച്ചും കൂടി കൊടുക്കുമ്പോൾ ആ ഷേപ്പ് കിട്ടും. പിന്നെ ക്യാപ് സെഗ്മെന്റ് പറഞ്ഞാൽ ഈ ടോപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് ക്യാപ് സെഗ്മെന്റ്. അവിടെ ഇൻക്രീസ് ചെയ്യാൻ കണ്ട ഇവിടെ കണ്ട സർക്കിൾ ഷേപ്പിൽ സെഗ്മെന്റ് ആഡ് ചെയ്യുന്നത് അതാണ് ക്യാപ് സെഗ്മെന്റ്. ഇനി നമുക്ക് ഇവിടെ ഓൾറെഡി സ്മൂത്ത് ആയിട്ടാണ് കിടക്കുന്നത്. ഞാൻ ഈ എഡിറ്റ് ഫേസിൽ ജസ്റ്റ് ഓഫ് ആക്കി കൊടുക്കും. അപ്പോൾ ഓൾറെഡി സ്മൂത്ത് ആയിട്ടാണ് നമ്മുടെ വരച്ചുള്ള ഷേപ്പ്. ഞാൻ സ്മൂത്ത് ഓഫ് ആക്കി കൊടുക്കുകയാണെങ്കിൽ കണ്ട നമുക്ക് ഈ ഫേസ് ഒക്കെ സൈഡുകളൊക്കെ ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിട്ട് കാണാം. സ്മൂത്ത് ഓൺ ആക്കി കൊടുത്താൽ കണ്ട സ്മൂത്ത് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് സ്ലൈസ് ചെയ്യണമെങ്കിൽ, അതായത് മുറിക്കണമെങ്കിൽ ജസ്റ്റ് സ്ലൈസ് ഓൺ ആക്കി കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്നാണ് മുറിക്കേണ്ടത്. കണ്ട എത്ര ഡിഗ്രിയിലാണോ, അതായത് ഇപ്പോൾ 90 ഡിഗ്രിയിലാണ് കട്ട് ചെയ്യണമെങ്കിൽ 90 നടിച്ചു കൊടുക്കുക. ഇപ്പോൾ കണ്ട 90 കറക്റ്റ് ക്വാർട്ടർ ഷേപ്പിൽ മുറിഞ്ഞ് കാണാം. ഇനി 180 ഡിഗ്രി അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പകുതി ഷേപ്പ് കിട്ടും. കണ്ടോ എത്ര ഡിഗ്രിയിലാണോ മുറിക്കേണ്ടത് അത് നമുക്ക് ഇവിടെ സ്ലൈസ് ഫ്രം ആൻഡ് സ്ലൈസ് ടു ഏതുവരെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ സ്ലൈസ് ചെയ്യണമെങ്കിൽ സ്ലൈസ് ഫ്രമും സ്ലൈസ് ടു കൂടി
ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ വരയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അഥവാ എസ്കേപ്പ് ചെയ്തതിനു ശേഷം നമുക്കൊരു വരച്ച ഒബ്ജക്റ്റ് മോഡിഫൈ ചെയ്യണമെങ്കിൽ ആ ഒബ്ജക്റ്റ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്ലസ് ഐക്കന് റൈറ്റ് സൈഡിൽ മോഡിഫൈ എന്ന ഓപ്ഷൻ ഉണ്ട്. മോഡിഫൈയിൽ നമ്മൾ സെലക്ട് ചെയ്ത ചാംഫർ സിലിണ്ടർ കാണാം. അവിടെ നിന്ന് പാരാമീറ്റേഴ്സിന് റേഡിയസ്, ഹൈറ്റ്, ഹൈറ്റ് സെഗ്മെന്റ്, ഫില്ലറ്റ് സെഗ്മെന്റ്, സ്ലൈഡ്സ്, ഗ്യാപ്പ് സെഗ്മെന്റ് ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് സ്മൂത്ത്, സ്ലൈസ് ഓണൊക്കെ നമുക്ക് വരയ്ക്കുന്നതിൻ്റെ ഒപ്പം എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വരച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഈ പ്ലസ് ഐക്കന് തൊട്ട് റൈറ്റ് സൈഡിലുള്ള മോഡിഫൈ എന്ന ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ നിന്നും നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഓയിൽ ടാങ്ക് എന്ന ഷേപ്പ് എങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. അതിനായി നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് എന്ന ഓപ്ഷൻ കമന്റ് പാനലിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓയിൽ ടാങ്ക് എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. നമുക്കിത് സൂം എക്സ്റ്റെൻഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് 4 വ്യൂവും സൂം ആയിട്ട് കാണാൻ പറ്റും. അതായത് 4 വ്യൂ പോർട്ടിലും സൂം ആയിട്ട് കാണാൻ പറ്റും. ഇനി നമുക്കിത് എഡിറ്റ് ചെയ്യണമെങ്കിൽ റേഡിയസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ റേഡിയസ് കൂട്ടാം. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാം. ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഡിക്രീസ് ചെയ്യാം. ക്യാപ്പ് ഹൈറ്റ് കൂട്ടുമ്പോൾ കണ്ട ഈ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഹൈറ്റ്, ഇതാണ് ക്യാപ്പ് ഹൈറ്റ്. ഈ ടോപ്പ് പോർഷനിലും ഈ ബോട്ടം പോർഷനിലുള്ള 2 ക്യാപ്പ് പോലത്തെ ഒരു ഷേപ്പ് ഉണ്ട്. അതിന്റെ ഹൈറ്റ് സെപ്പറേറ്റ് കൂട്ടണമെങ്കിൽ നമുക്ക് ക്യാപ്പ് ഹൈറ്റ് കൂട്ടാം. ക്യാപ്പ് ഹൈറ്റ് മാക്സിമം നമുക്ക് ഇത്ര ഇപ്പൊ കൂട്ടാൻ ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ട്. അതിന് മാക്സിമം നമുക്ക് കൂട്ടാൻ പറ്റില്ല. നമുക്ക് ഹൈറ്റ് പറഞ്ഞാൽ 2 ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഓവറോൾ ഹൈറ്റ് ആണ്. ഓവറോൾ ഹൈറ്റ് പറഞ്ഞാൽ ഈ ടോപ്പ് പോയിന്റിൽ നിന്ന് ഈ ടോപ്പ് പോയിന്റ് ബോട്ടം പോയിന്റിലേക്കുള്ള ഹൈറ്റ് ആണ് ഓവറോൾ ഹൈറ്റ്. അതാണ് ഇപ്പൊ ടോട്ടൽ ഹൈറ്റ് കൊണ്ട് കിടക്കുന്നത് 49 പോയിന്റ്. നമ്മൾ സെന്റർ ടു സെന്റർ കൊണ്ടുള്ള ഹൈറ്റ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഹൈറ്റ് കൂടിയത് കാണും. ഇപ്പൊ നമ്മുടെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള ഹൈറ്റ് ആണ് 49.069. അതായത് സെന്റർ ടു സെന്റർ ഹൈറ്റ്. ഇവിടുന്ന് 2 ക്യാപ്പ് ഹൈറ്റ് കൂട്ടിയിട്ടില്ല. അപ്പൊ 2 ക്യാപ്പ് ഹൈറ്റും കൂടി കൂട്ടുകയാണെങ്കിൽ ഓവറോൾ കൊടുത്തു വിചാരിക്കുക കേട്ടോ. അപ്പൊ ഓവറോൾ കൊടുത്തപ്പോഴാണ് ടോട്ടൽ ഹൈറ്റ് 49 വന്നത്. ക്യാപ്പ് ഹൈറ്റ് കൂട്ടാണ്ട്. അതാണ് 2 ടൈപ്പുള്ള ഹൈറ്റ് വ്യത്യാസം. ഇനി ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ, ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ ഡീഫറൻഷിയേറ്റിന് നമ്മൾ ജസ്റ്റ് എഡ്ജ് ഫേസ് കൂടി ഓൺ ആക്കി കൊടുക്കുക. ഫ്രണ്ട് വ്യൂ കണ്ട, ഇതാണ് നമ്മുടെ ക്യാപ്പും ഈ ഒരു സ്പേസും കൂടി കൂടുന്ന ഭാഗം, 2 തമ്മിലുള്ള കൂട്ടിമുട്ടുന്ന ഭാഗം. നമ്മളെ ബ്ലെൻഡിന്റെ അവിടെ ജസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ആകെ ഒരു ലൈൻ അല്ലോ, സെഗ്മെന്റ് ലൈൻ. ബ്ലെൻഡിന്റെ അവിടെ നമ്മൾ കുറച്ച് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്തിരിക്കുക. കണ്ട ഇവിടെ എക്സ്ട്രാ ലൈൻ വന്ന് കാണാം. നമുക്ക് ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ ആ ഏരിയ ഒന്ന് കുറച്ച് വ്യത്യാസം വരുത്തണമെങ്കിൽ ബ്ലെൻഡ് ചെയ്യിക്കാനുണ്ട്. അതായത് ഈ ക്യാപ്പും ഈ ഒരു സർഫസും തമ്മിലുള്ളത് ആകെ ഒറ്റ ലൈൻ ഉണ്ടാവുമല്ലോ. ആ ലൈന് അവിടെ എക്സ്ട്രാ ലൈൻ വരുമ്പോൾ കുറച്ചുകൂടി സ്മൂത്ത്നെസ് ആവും. എത്രയാണോ ബ്ലെൻഡ് ചെയ്യുന്നത്, ഇവിടെയും ബ്ലെൻഡ് ആവും, ബോട്ടത്തിലും ബ്ലെൻഡ് ആവും. ഇത് വേണ്ടെന്നെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി സൈഡ് സെഗ്മെന്റ് ആഡ് ചെയ്യണമെങ്കിൽ സൈഡിൽ സെഗ്മെന്റ് ആഡ് ചെയ്യാം. ഏറ്റവും മിനിമം 3 ആണ് എത്ര സൈഡ് വേണ്ടതെന്ന്. മാക്സിമം 200 ആയിരിക്കും. നമുക്കൊരു കുറച്ച് ആവശ്യത്തിനുള്ള സൈഡ് സെഗ്മെന്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഹൈറ്റിൽ സെഗ്മെന്റ് ആഡ് ചെയ്യണമെങ്കിൽ ഹൈറ്റിൽ സെഗ്മെന്റ് ആഡ് ചെയ്യാം. ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ ഹൈറ്റ് സെഗ്മെന്റ് വരുന്നതാണ്. നമുക്ക് എത്രയാണ് സെഗ്മെന്റ് വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടിച്ചിട്ട് ഫേസ് ഞാൻ ഓഫ് ആക്കി കൊടുക്കുകയാണ്. ഇപ്പൊ ഓൾറെഡി നല്ല സ്മൂത്ത് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഷേപ്പ്, അതായത് ഓയിൽ ടാങ്ക് കാണുന്നത്. ഇനി അത് നമുക്ക് സ്മൂത്ത് ഓഫ് ആക്കി കൊടുത്താൽ ഈ സൈഡും ഫേസസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വിസിബിൾ ആയിട്ട് കാണാം. സ്മൂത്ത് ഓപ്ഷൻ ഓൺ ആക്കി കൊടുത്താൽ കറക്റ്റ് സ്മൂത്ത്നെസ് നമുക്ക് കിട്ടും. നമുക്കത് കട്ട് ചെയ്യണമെങ്കിൽ സ്ലൈസ് ഓൺ ആക്കി കൊടുക്കുക. അപ്പൊ നമുക്ക് എത്ര ആംഗിളിലാണോ കട്ട് ചെയ്യേണ്ടത്, സ്ലൈസ് ടു അതിന്റെ ഓപ്ഷനിൽ ഇപ്പോൾ ഹാഫ് ആയിട്ടാണ് മുറിക്കേണ്ടെങ്കിൽ 180 അടിച്ചു കൊടുക്കുക. ഹാഫ് ആയിട്ട് മുറിഞ്ഞു. ഇത് ടോപ്പ് വ്യൂയിൽ ഇട്ട് കൊടുത്താൽ ഹാഫ് ആയിട്ട് മുറിഞ്ഞ് കാണാം. നമുക്ക് ഒരു 135 അടിച്ചു കൊടുത്താൽ 135. ഇപ്പൊ ഇവിടെ നമുക്ക് കൂട്ടാം, എങ്ങനെ വെച്ചാൽ ചെയ്ത് കൊടുക്കാം. ഇവിടെ കുറയ്ക്കുമ്പോ കുറഞ്ഞു വരുന്നത്. അവിടെ ഒരു കറക്റ്റ് 45 അടിച്ചു കൊടുത്താൽ ഒരു 90 ഡിഗ്രിയുടെ ഇത് കിട്ടും. 90 ഡിഗ്രിയാണ്. പക്ഷെ ഈ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. കറക്റ്റ് ഇങ്ങനെയല്ല എന്ന് മാത്രം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ 45ന്റെ അവിടെ ഞാൻ 0 അടിച്ചു കൊടുത്തു.
ഇവിടെ 90 അടിച്ചു കൊടുത്തു. ഇത് 90 ആണ്. ഇതേ 90 തന്നെ ഒരു 45 ഡിഗ്രി ലെഫ്റ്റിലേക്ക് തിരിച്ചു വെച്ചാണ് നേരത്തെ കിട്ടിയ ഷേപ്പ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഷേപ്പ് കിട്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടെ ഇപ്പോ 28 ഡിഗ്രി കുറഞ്ഞു. അപ്പൊ ഇതിന്റെ അകത്തുള്ള ആംഗിൾ എത്രയായിരിക്കും? 72 ഡിഗ്രി ആയിരിക്കും. നമ്മൾ ഈ ആംഗിൾ വെച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവിലെ ക്യാപ്സൂൾ എന്ന ഓപ്ഷനാണ്. അതിനായി ഇവിടെ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് എന്ന കമാൻഡ് പാനലുള്ള ഈ ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്യാപ്സ്യൂൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതും ഓയിൽ ടാങ്ക് പോലെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ആദ്യം വരച്ചു കൊടുക്കുക. വരച്ചിട്ട് നമുക്ക് കണ്ട ഒരു ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത്, കണ്ട ഹൈറ്റ് ഇവിടെ കൂടുന്നുണ്ട്, ഹൈറ്റ് വരച്ചു കൊടുക്കുക. നമ്മുടെ ഓയിൽ ടാങ്കിലാണെങ്കിൽ റേഡിയസ്, ഹൈറ്റ്, പിന്നെ ഈ ഒരു ക്യാപ് ഹൈറ്റ് കൊണ്ടുള്ള സെപ്പറേറ്റ് വേറെ ഓപ്ഷൻ കൂടി ഉണ്ടാവും. അതായത് ഓയിൽ ടാങ്ക് വരയ്ക്കുകയാണെങ്കിൽ കണ്ട ഓയിൽ ടാങ്കിൽ കണ്ട ക്യാപ് ഹൈറ്റ് കൊണ്ട് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു. പക്ഷെ ഓയിൽ ക്യാപ്സ്യൂൾ എന്നതിലാണെങ്കിൽ നമ്മളിപ്പോൾ വരച്ചത് ഈ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം മോഡിഫൈ ചെയ്യണമെങ്കിൽ പ്ലസ് ഐക്കൺ ജസ്റ്റ് റൈറ്റ് സൈഡിലുള്ള ജസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കണ്ട അതിൽ റേഡിയസ്, ഹൈറ്റ്, ക്യാപ് ഹൈറ്റ് സെപ്പറേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. റേഡിയസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ കണ്ട റേഡിയസ് ഇൻക്രീസ് ചെയ്യുക. പിന്നെ ഹൈറ്റ് പറഞ്ഞാൽ 2 ഹൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഓവറോൾ ഹൈറ്റ് ആണ്, അതായത് ഈ ടോപ്പിൽ നിന്ന് ഈ ബോട്ടം വരെയുള്ള ഹൈറ്റ് ആണ് 55 പോയിന്റ്. അത് സെന്റർ ടു സെന്റർ കൊടുക്കുമ്പോൾ ഈ ഒരു ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ടോട്ടൽ ഹൈറ്റ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യും. അതായത് സെന്റർ ടു സെന്റർ ആയിട്ട് പിടിക്കുകയാണെങ്കിൽ കണ്ട അപ്പൊ ഈ സെന്ററിൽ നിന്ന് ഈ സെന്ററിലേക്കുള്ള ഹൈറ്റ് ആണ് 55 പോയിന്റ്. ഓവറോൾ ഹൈറ്റ് പറഞ്ഞാൽ ഈ 2 ക്യാപ് ഹൈറ്റും കൂടിയിട്ട് വീണ്ടും ഇൻക്രീസ് ആവും. അപ്പോൾ ഓവറോൾ ഹൈറ്റ് ആണ് നമുക്ക് ടോട്ടൽ 55 വേണ്ടെങ്കിൽ ജസ്റ്റ് ഓവറോൾ ഹൈറ്റ് എടുക്കുക. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് ആയിരിക്കും 55 കിട്ടും. ഇനി സൈഡ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ സൈഡ് ഇൻക്രീസ് ചെയ്യുക. അതായത് സൈഡ് സെഗ്മെന്റ്, അതായത് ഏറ്റവും മിനിമം 3 ആയിരിക്കും, ഏറ്റവും മാക്സിമം 200 ആയിരിക്കും. നമുക്ക് വിസിബിൾ ആവാത്തത് ഡീഫോൾട്ട് ഷെയ്ഡിംഗ് ആണ്. അതിൽ എഡ്ജ് ഫേസ് ഓഫ് ആക്കാൻ ഓൺ ആക്കാൻ ജസ്റ്റ് F4 അടിക്കുക. അപ്പൊ കണ്ട എഡ്ജ് ഫേസ് ഓൺ ആയി. ഇനി അതിൽ നമ്മൾ സൈഡ് സെഗ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ കണ്ട സെഗ്മെന്റ് ആഡ് ആവുന്നതാണ്. ഈ ഹൈറ്റിലാണ് സെഗ്മെന്റ് ആഡ് ചെയ്യണമെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് ആഡ് ആവുന്നതാണ്. ഹൈറ്റ് സെഗ്മെന്റ് കണ്ടോ, ഈ ഫ്രണ്ട് വ്യൂവിലും നമ്മൾ ജസ്റ്റ് ഇത് ഓൺ ആക്കുക. അതിനുശേഷം F4 അടിച്ചു കൊടുക്കുക. കണ്ടോ F3 അടിച്ചു കൊടുത്താൽ കറക്റ്റ് അടിച്ചത് എന്താ വയർ ഫ്രെയിമിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് സ്മൂത്ത് ആയിട്ടാണ് ഇപ്പോൾ ഓൾറെഡി ഒബ്ജക്റ്റ് ഉള്ളത്. ആ സ്മൂത്ത് ഓഫ് ആക്കണമെങ്കിൽ ഓഫ് ആക്കി കൊടുത്താൽ ഇവിടെ വ്യത്യാസം വന്ന് കാണാം. ഈ എഡ്ജുകളൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ എഡ്ജ് ഫേസിൽ ജസ്റ്റ് ഓഫ് ആക്കി കൊടുത്താൽ കണ്ടോ ഈ ഫേസുകളൊക്കെ വിസിബിൾ ആയിട്ട് കാണും. സ്മൂത്ത് ആയിട്ട് കിട്ടണമെങ്കിൽ സ്മൂത്ത് ഓൺ ആക്കി കൊടുക്കുക. ഇനി നമുക്ക് സ്ലൈസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സ്ലൈസ് ഓൺ ആക്കി കൊടുക്കുക. എത്രയാണോ ആംഗിൾ കണ്ടോ, ഒരു 72 ഡിഗ്രിയിലാണെങ്കിൽ 72 ഡിഗ്രി, 45 ഡിഗ്രിയിലാണെങ്കിൽ കണ്ടോ 45 ഡിഗ്രി. കണ്ടോ ഈ ആംഗിൾ കണ്ടോ, ഈ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. അവിടെ നമ്മളിപ്പോൾ ഒരു 90 അടിച്ചെടുത്ത് വിചാരിക്കാം. കണ്ടോ കറക്റ്റ് 90 ഡിഗ്രി ആയിരിക്കും ആംഗിൾ. അപ്പോൾ നമുക്ക് ഇവിടെയും വേണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. ഇവിടെ കണ്ടോ ഇവിടെ ഒരു 30 ഡിഗ്രി അടിച്ചെടുത്ത് വിചാരിക്കാം, 30. അപ്പോൾ നമുക്ക് കറക്റ്റ് 60 ഡിഗ്രി ഉള്ള ഒരു സെക്ടർ കിട്ടും. സെക്ടറിന് ടോപ്പ് വ്യൂവിൽ ഷേപ്പ് ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇതാണ് ക്യാപ്സ്യൂളിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സിൽ സ്പിൻഡിൽ എന്ന ഓപ്ഷനാണ്. അതിനായി കമാൻഡ് പാനലിലെ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിന്റെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്പിൻഡിൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ആദ്യം ഒരു സർക്കിൾ ഷേപ്പ് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഹൈറ്റ് വരച്ചു കൊടുക്കുക. അതിനുശേഷം എങ്ങനെയാണോ സ്പിൻഡിൽ ചെയ്യേണ്ടത് കണ്ടോ, ഈ ക്യാപ് ഹൈറ്റ് എത്രയാണ് വേണ്ടത് അത് വരച്ചു കൊടുക്കുക. ഒന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വരയ്ക്കുന്നതിനൊപ്പം ഇവിടെ മാറ്റാം. കണ്ടോ വരയ്ക്കുന്നതിനൊപ്പം ഇവിടെ നമുക്ക് ഏത് വാല്യൂ ആണോ പാരാമീറ്റേഴ്സിൽ എഡിറ്റ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് സൂം ചെയ്ത് 4 വ്യൂ പോർട്ട് സൂം ചെയ്ത് കാണാൻ സൂം എക്സ്റ്റെൻഡ് എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഓയിൽ ടാങ്ക് പോലെയാണ്. ജസ്റ്റ് ഓയിൽ ടാങ്ക് വരയ്ക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, അതിനുശേഷം വരച്ചു. പക്ഷെ ഓയിൽ ടാങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ കണ്ട ഒരു സ്മൂത്ത് ആയിട്ടാണ് ഈ ക്യാപ് ഹൈറ്റ് കിട്ടുന്നത്. ഈ ഏരിയ സ്മൂത്ത് ആയിട്ടാണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ നമുക്കൊരു കോൺ ഷേപ്പിലാണ് നമ്മുടെ ഷേപ്പ് ക്രിയേറ്റ് ആവുന്നത്. അതാണ് ഇവിടെ സ്പിൻഡിലെ ഒരു വ്യത്യാസം. കണ്ട
കോൺ ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് എസ്കേപ്പ് കൊടുത്തു. അതിനുശേഷം ക്യാപ്സ്യൂൾ അല്ല, ഓയിൽ ടാങ്ക് ജസ്റ്റ് ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം നമുക്കിത് ഇനി ഇതിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക, ആദ്യം ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്ലസ് ഐക്കണ് ജസ്റ്റ് റൈറ്റ് സൈഡിലുള്ള മോഡിഫൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റേഡിയസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ റേഡിയസ് ഇൻക്രീസ് ചെയ്യാം. കണ്ടോ, റേഡിയസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റേഡിയസ് ഇൻക്രീസ് ആവുന്ന കാണാം. ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഡിക്രീസ് ചെയ്യാം. ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്ന കാണാം. കണ്ടോ, ഇനി ക്യാപ് ഹൈറ്റ് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള ഹൈറ്റ് അത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ കണ്ട അത് ഇൻക്രീസ് ചെയ്യുക. എത്രയാണോ മാക്സിമം ഒരു എമൗണ്ട് ഉണ്ട് അതിന് മേലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടില്ല. കണ്ട, ഇപ്പൊ ഈ കോർണറിലേക്ക് എത്തി, നമുക്ക് ഈ ഹൈറ്റ് ഇൻക്രീസ് ചെയ്തിട്ടില്ല. കണ്ട, ഈ ഹൈറ്റ് മാക്സിമം എത്തി. അപ്പൊ വേണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ കണ്ട കറക്റ്റ് ഒരു ഏറ്റവും മിനിമം അതാണ് 0.1. കണ്ട, 0 അടിച്ചു കൊടുത്താലും 0.1 എന്ന് വരും. ഇനി നമുക്ക് രണ്ട് തരത്തിലുള്ള ഹൈറ്റ് ഉണ്ട്. അതിന് മുന്നേ ഞാൻ ഈ ഷേപ്പ് ഒന്ന് ഏകദേശം വരച്ചിരിക്കുകയാണ്. കണ്ട ഓവറോൾ ഹൈറ്റ് ഇപ്പൊ ഉള്ളത് 28.75 എന്ന് പറയുന്നത് ഓവറോൾ ഹൈറ്റ് ആണ്. അതായത് ഈ ഒരു ടോപ്പ് പോയിന്റിൽ നിന്ന് ഈ ഒരു ടോപ്പ് പോയിന്റിലേക്കുള്ള ഹൈറ്റ് ആണ് ഓവറോൾ ഹൈറ്റ്. അത് ഞാൻ സെന്റർ ടു സെന്റർ ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഹൈറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഹൈറ്റ് കൂടുന്നത് കാണാം, കാരണം ക്യാപ് ഹൈറ്റ് കൂട്ടാണ്ടുള്ള ഹൈറ്റ് ആണ്. കണ്ടോ, ഇപ്പൊ സെന്റർ ടു സെന്റർ ഹൈറ്റ്, അതായത് ഈ സെന്ററിൽ നിന്നുള്ള ഈ സെന്ററിലേക്കുള്ള ഹൈറ്റ് ആണ് 28.75. അതല്ലാണ്ട് എക്സ്ട്രാ ബോട്ടത്തിലും ടോപ്പിലും ക്യാപ് ഹൈറ്റ് ഉണ്ട്. ടോട്ടൽ ഹൈറ്റ് ആണ് നമുക്ക് 28.75 ഉണ്ടെങ്കിൽ ജസ്റ്റ് ഓവറോൾ ഹൈറ്റ് കൊടുക്കുക. അതിനുശേഷം ബ്ലെൻഡ് എന്ന് ഓപ്ഷൻ പറഞ്ഞാൽ ഈ സെന്ററും ഈ ക്യാപ്പും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ ഒരു ലൈനില്ലേ, ആ ലൈനിന്റെ അവിടെ നമുക്ക് ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ കുറച്ച് എത്രയാണോ ബ്ലെൻഡ് ചെയ്യേണ്ടത് ആ ലെങ്ത് നമ്മൾ വരച്ചു കൊടുക്കുക. കണ്ടോ, ബ്ലെൻഡ് അവിടെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് കൊടുത്താൽ 0 ആവും. അപ്പൊ കണ്ടോ, അവിടെ ഒറ്റ ലൈനുണ്ട്. ആ ഈ ഒരു കോർണർ ആയിട്ടാണ് ഈ സർഫസ്. അവിടെ നമുക്ക് സ്മൂത്ത് ആക്കണമെങ്കിൽ ജസ്റ്റ് ബ്ലെൻഡ് എത്ര അളവിൽ സ്മൂത്ത് ആക്കണം ആ അളവെന്ന് വരച്ചു കൊടുക്കും. കണ്ടോ, അങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ കണ്ടോ ഒരു കർവ് ഷേപ്പ് ക്രിയേറ്റ് ആവുന്ന കാണാം. അത് എത്ര അളവാണ് വേണ്ടത്, എത്ര സെന്റിമീറ്റർ വേണ്ടതെങ്കിൽ അത് നമുക്ക് വരച്ചു കൊടുക്കാം. വേണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് അടിച്ചു കൊടുക്കുക, 0 ഷേപ്പ് കിട്ടും. അല്ല, 0 അളവ് വരും അവിടെ. അതിനുശേഷം സൈഡ്സ് മിനിമം പറഞ്ഞ 3 ആണ്, മാക്സിമം പറഞ്ഞ 200 ആണ്. അപ്പൊ എത്രയാണോ വേണ്ടത് നമുക്ക് അതിനനുസരിച്ച് വരച്ചു കൊടുക്കുക. അതിനുശേഷം ക്യാപ് സെഗ്മെന്റ് പറഞ്ഞാൽ ഈ ക്യാപ്പിൽ എത്രയാണോ സെഗ്മെന്റ് വേണ്ടത് അവിടെ മാത്രം സെഗ്മെന്റ് ആഡ് ചെയ്യണമെങ്കിൽ അവിടെ സെഗ്മെന്റ് ആഡ് ചെയ്യണമെങ്കിൽ ക്യാപ് സെഗ്മെന്റ് ആഡ് ചെയ്യാം. ഇനി ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ സെഗ്മെന്റ് ആഡ് ആവുന്നത് കാണാം. ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ ഹൈറ്റിൽ സെഗ്മെന്റ് ആഡ് ആവുന്നത് കാണാം. ഞാൻ ക്യാപ് സെഗ്മെന്റ് കുറച്ചു, ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്ത് കണ്ടോ. ഇനി സ്മൂത്ത് ആദ്യം ഞാൻ F3 നെക്കി, F4 നെക്കി. അപ്പൊ ഇപ്പൊ ഓൾറെഡി സ്മൂത്ത് ആയിട്ടാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഉള്ളത്. ഈ സ്മൂത്ത് ഓഫ് ആക്കണമെങ്കിൽ ജസ്റ്റ് സ്മൂത്ത് ഓഫ് ആക്കി കൊടുക്കുക. സ്മൂത്ത് ഓഫ് ആക്കി കൊടുത്താൽ സൈഡും ക്യാപ് സെഗ്മെന്റിന്റെ ഒക്കെ അല്ലാതും വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. നല്ല സ്മൂത്ത് അല്ല, ഓരോ ഫേസുകൾ നമ്മളുള്ള എഡ്ജ് പോർഷൻസ് കാണാം. ഈ ചെറിയ ഫേസുകൾ വെച്ച് ക്രിയേറ്റ് ആയ ആ ഒരു ഷേപ്പ് കാണാൻ പറ്റും. അത് കാണേണ്ട സ്മൂത്തിലെ നമുക്ക് കണ്ടാൽ മതിയെങ്കിൽ ജസ്റ്റ് സ്മൂത്ത് ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ സ്ലൈസ് ഓൺ ആക്കി കൊടുക്കുക. എത്ര ആംഗിളിലാണോ കട്ട് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് 45 ഡിഗ്രി കട്ട് ചെയ്ത് കിട്ടി. ഞാൻ 180 ഡിഗ്രിയിലാണ് കട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് 180 അടിച്ചു കൊടുക്കുക. ഈ 135 ആണെങ്കിൽ 135. ഇനി ഇവിടെ ഒരു 35 ഡിഗ്രി നമുക്ക് കളയണമെങ്കിൽ, ഒരു 45 ഡിഗ്രി കളയണമെങ്കിൽ ഇവിടെ ജസ്റ്റ് 45 അടിച്ചു കൊടുത്താൽ ആ 45 പോയി ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് അതിനനുസരിച്ച് സ്ലൈസ് ഫ്രമിലും എമൗണ്ട് അടിച്ചു കൊടുക്കുക, സ്ലൈസ് ടൂലും എമൗണ്ട് അടിച്ചു കൊടുക്കുക. അതിനനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവിലെ LX2 CX2. അതിന് കമാൻഡ് പാനലിൽ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കുറെ ഓപ്ഷൻസ് കാണാം. അതിൽ ജസ്റ്റ് എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം LX2 ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് ക്രിയേഷൻ മെത്തേഡ്, ഈ ബോക്സിലൊക്കെ എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ് ബോക്സ് വരച്ചില്ലേ, കോർണർ സെന്റർ മെത്തേഡ്, അതേപോലെ തന്നെ കോർണർ മെത്തേഡ് ആണെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, അതായത് കോർണർ ടു കോർണർ ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം ഹൈറ്റ് എത്രയാണോ വേണ്ടത് അത് ഹൈറ്റ് വരച്ചു കൊടുക്കുക. ഒന്നുകിൽ ഇങ്ങനെ വരയ്ക്കുക, അല്ലെങ്കിൽ ഇവിടെ ഹൈറ്റ് കൂടുന്നു കാണാം, അങ്ങനെ വരച്ചു കൊടുക്കുക. ഇതാണ് ടെസ്റ്റ്. ഇനി ഇത് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യാം. ഓൾറെഡി ഒബ്ജക്റ്റ് സെലക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എഡിറ്റ് ചെയ്യാം, സൈഡ് ലെങ്ത് എഡിറ്റ് ചെയ്യാം,
സൈഡ് ലെങ്ത് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഇത് ഒന്ന് സൂം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. സൈഡ് ലെങ്ത് പറഞ്ഞാൽ സൈഡ് വ്യൂവിൽ ഏതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അതാണ് സൈഡ് ലെങ്ത്. അപ്പൊ സൈഡ് ലെങ്ത് നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം. സൈഡ് ലെങ്ത് ഒരു 360 കൊടുത്താൽ സൈഡ് ലെങ്ത് കിട്ടി 360. കണ്ടോ, സൈഡ് ലെങ്ത് 360 കൊടുത്തു. ഇനി ഫ്രണ്ട് ലെങ്ത് ആണെങ്കിൽ ഒരു 420 കൊടുത്തു വരിക. ഇനി സൂം എക്സ്റ്റെൻഡ് കൊടുത്തു, അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി. ഇനി സൈഡ് വിടുത്ത്, സാധാരണ ഒരു വോളിന്റെ വിടുത്ത് 24 സെന്റിമീറ്റർ ആയിരിക്കും ഉണ്ടാക്കിയ, 24 അടിച്ചു. ഇനി ഫ്രണ്ട് വിടുത്ത് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂവിലുള്ള ആ സൈഡിന്റെ വിടുത്ത് 24. ഇനി ഹൈറ്റ് എത്രയാണ്, ഒരു റൂമിന്റെ സാധാരണ ഹൈറ്റ് 300 സെന്റിമീറ്റർ ആണ്, 300 അടിച്ചു കൊടുത്തു. സൂം എക്സ്റ്റെൻഡ് അടിച്ചു കൊടുത്തു. കണ്ടോ, കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഈ സൈഡില് സെഗ്മെന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ സെഗ്മെന്റ്സ് ആഡ് ചെയ്യാം. സൈഡിൽ സെഗ്മെന്റ്സ് ആഡ് ആവുന്നത് കാണാം. ഇതിൽ കാണാത്തത് ഡീഫോൾട്ട് ഷെയ്ഡിങ്ങിൽ നമ്മൾ വയർ എഡ്ജർ ഫേസ് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. സൈഡിൽ സെഗ്മെന്റ് ആഡ് ആയത് കാണാം. സൈഡ് വ്യൂവിൽ ഏതാണോ നമുക്ക് കാണുന്നത് അതാണ് സൈഡ് ലെങ്ത്. ഇനി ഫ്രണ്ടില് സെഗ്മെന്റ് ആഡ് ചെയ്യണമെങ്കിൽ കണ്ട, ഫ്രണ്ടില് സെഗ്മെന്റ് ആഡ് ചെയ്യുന്നത് കാണാം. ഫ്രണ്ട് വ്യൂവിൽ ഉള്ള ആ ഫേസില് സെഗ്മെന്റ് ആഡ് ചെയ്യുന്നത് കാണാം. ഇനി വിഡ്ത്ത് സെഗ്മെന്റ് ആഡ് ചെയ്താൽ കണ്ട, അതായത് ആ ഈ ഒരു 24 സെന്റിമീറ്റർ ഉള്ള വിഡ്ത്തില്ലേ, അവിടെയാണ് നമുക്ക് സെഗ്മെന്റ് ആഡ് ചെയ്യാൻ പറ്റുക. കണ്ട, അവിടെ സെഗ്മെന്റ് ആഡ് ചെയ്യുന്നത് കാണാം. ഈ ഹൈറ്റ് സെഗ്മെന്റ് പറഞ്ഞാൽ ഓവറോൾ ഈ ഹൈറ്റിൽ സെഗ്മെന്റ് ആഡ് ചെയ്യാൻ പറ്റും. കണ്ട ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് സി ടെക്സ്റ്റില് ഹൈറ്റ് സെഗ്മെന്റ് എല്ലാം ആഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ സെലക്ഷനിൽ നിന്ന് പോയി ആയിരിക്കുക, ഒബ്ജക്റ്റിൽ നിന്ന് പോയി. ഇനി വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്ലസിന്റെ തൊട്ട് റൈറ്റ് സൈഡ് നമുക്ക് മോഡിഫൈ എന്ന ഓപ്ഷൻ കാണാം. ആ മോഡിഫൈയിൽ നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് കാണാം. അപ്പൊ ഒന്നും ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും കാണില്ല. അപ്പൊ ജസ്റ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അപ്പൊ എൽ എക്സ്റ്റീരിയർ കാണാം. നമ്മൾ എക്സ്റ്റീരിയർ ഒക്കെ വരയ്ക്കണമെന്ന് യൂസ് ചെയ്യുക. നമുക്ക് എൽ ഷേപ്പിൽ എന്തെങ്കിലും വരയ്ക്കണമെങ്കിലോ അല്ലെങ്കിൽ എൽ ഷേപ്പിൽ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്യണമെങ്കിലോ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് സൈഡ് ലെങ്ത്, ഫ്രണ്ട് ലെങ്ത് അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അതേപോലെ സൈഡില് ഫ്രണ്ട് വിഡ്ത്ത്, സൈഡ് വിഡ്ത്ത്, അല്ലാതെ വിഡ്ത്തും ഹൈറ്റും മാറ്റാൻ പറ്റും. സെഗ്മെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ സെഗ്മെന്റ്സും ആഡ് ചെയ്യാൻ പറ്റും. ഇതാണ് സി ടെസ്റ്റ്. ഇതേപോലെ തന്നെ മറ്റൊന്നാണ് സി അല്ല, ഇപ്പോൾ വരച്ചത് നമ്മൾ എൽ ടെസ്റ്റ് ആണ്. ഇനിയുള്ളതാണ് സി ടെസ്റ്റ്. സി ടെസ്റ്റ് വരയ്ക്കണമെങ്കിൽ സി ടെസ്റ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്രിയേഷൻ മെത്തേഡ് കോർണർ, സെന്റർ കണ്ടോ, ജസ്റ്റ് കോർണർ ടു കോർണർ വരച്ചു കൊടുത്തു. അതിനുശേഷം ഹൈറ്റ് വരച്ചു കൊടുത്തു. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ സി ടെസ്റ്റ് കിട്ടി. ഇനി അതിന്റെ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് മോഡിഫൈ ടാബിൽ പോവുക. സി ടെസ്റ്റ് ആണ് സെലക്ട് ആയിട്ടുള്ള ഒബ്ജക്റ്റ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സെലക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇവിടുന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ മോഡിഫൈ എന്ന ടാബിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. ബാക്ക് ലെങ്ത് എത്രയാണ് വേണ്ടത്, 320 കേട്ടോ. അതായത് ബാക്കിൽ എത്രയാണുള്ളത് അതാണ് നമ്മൾ 320 കേട്ടോ, 320. ഇനി സൈഡ് ലെങ്ത് എത്രയാണ് വേണ്ടത്, സൈഡിൽ നിന്ന് കാണുന്നത് അതാണ് സൈഡ് ലെങ്ത് 420. ഇനി ഫ്രണ്ട് ലെങ്ത് ഒരു 420. ഇനി ബാക്ക് വിഡ്ത്ത് നമ്മൾ 24 ആണ്. എല്ലാത്തിന്റെയും വിഡ്ത്ത്, സൈഡ് വിഡ്ത്തും ഫ്രണ്ട് വിഡ്ത്തും ബാക്ക് വിഡ്ത്തും ഒക്കെ 24 സെന്റിമീറ്റർ, അതായത് ഒരു വോൾ തിക്നെസ്. ഇനി ഹൈറ്റ് എത്രയാണ്, ഹൈറ്റ് ഒരു റൂമിന്റെ ഹൈറ്റ് എത്ര വരിക, 300 സെന്റിമീറ്റർ. അപ്പൊ 300 സെന്റിമീറ്റർ കൊടുക്കുക. ബാക്ക് ലെങ്ത് പറഞ്ഞാൽ ബാക്കിലുള്ളത്, ബാക്ക് സൈഡിലുള്ളത് ലെങ്ത് കണ്ട, അതാണ് ബാക്ക് കണ്ട കൂടുതൽ ഇൻക്രീസ് ചെയ്യുന്നു. സൈഡ് ലെങ്ത് പറഞ്ഞാൽ സൈഡിലത്തെ, അപ്പൊ സൈഡ് ലെങ്ത് കാണാൻ പറ്റും. അതായത് സൈഡ് വ്യൂവിൽ ഏത് വശമാണ് കാണുന്നത് അതിന്റെ ലെങ്ത്. ഫ്രണ്ട് ലെങ്ത് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂവിൽ ഏതാണ് നമുക്ക് കാണാൻ പറ്റുക അതായിരിക്കും ഫ്രണ്ട് ലെങ്ത്, അത് ഇൻക്രീസ് ചെയ്യുന്നതാണ്. അപ്പൊ ആ 3 ലെങ്ത് ഇൻക്രീസ് ചെയ്യുക, ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സെഗ്മെന്റ് ആഡ് ചെയ്യണമെങ്കിൽ സെഗ്മെന്റ് ആഡ് ചെയ്യാം. സെഗ്മെന്റ് കണ്ട ബാക്ക് ലെങ്ത് സെഗ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ ബാക്ക് ലെങ്ത് സെഗ്മെന്റ് ആഡ് ചെയ്യും. ഇനി സൈഡ് സെഗ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ കണ്ട സൈഡിലത്തെ ആ വോളിൽ സെഗ്മെന്റ് ആഡ് ചെയ്യുന്നതാണ്. ഈ ഫ്രണ്ട് സെഗ്മെന്റ് ആഡ് ചെയ്താൽ ഫ്രണ്ടിലത്തെ വോളിൽ സെഗ്മെന്റ് ആഡ് ചെയ്യുന്നതാണ്. ഇനി വിഡ്ത്തിൽ സെഗ്മെന്റ് ചെയ്യണമെങ്കിൽ കണ്ട ഇവിടെ നമ്മൾ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്, അതായത് ഓവറോൾ ആയിട്ടായിരിക്കും വിഡ്ത്തിൽ സെഗ്മെന്റ് വരിക കേട്ടോ. അതായത് 3 വോളിലും അറ്റ് എ ടൈമിലാണ് വിഡ്ത്ത് സെഗ്മെന്റ് ആഡ് ചെയ്യുക. ഈ ഹൈറ്റ് സെഗ്മെന്റ് അതെ 3 വോളിലും അറ്റ് എ ടൈമിൽ സെഗ്മെന്റ് ആഡ് ചെയ്യും കണ്ട. അതായത് ഹൈറ്റും വിഡ്ത്തും 3 വോളിലും അറ്റ് എ ടൈമിൽ സെഗ്മെന്റ് ആഡ് ചെയ്യും. ബാക്കും സൈഡും ഫ്രണ്ടും നമ്മൾ സെപ്പറേറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സെഗ്മെന്റ്സ് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഡിക്രീസ് ചെയ്യാം കണ്ടോ. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് കൊടുത്താൽ മതി. നമുക്ക് ഒരു ഇന്റീരിയർ ഒക്കെ വരയ്ക്കാനാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുക. അതായത് സി എക്സ്റ്റീരിയറും എൽ എക്സ്റ്റീരിയറും കണ്ടോ. നമ്മളൊരു ഇന്റീരിയർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു വ്യൂ പോകുന്ന തരത്തിൽ വരയ്ക്കാൻ പറ്റും ക്രിയേറ്റ് ചെയ്തതിനു ശേഷം.
നമ്മൾ ഈ സെഗ്മെന്റ്സ് ഒക്കെ ആഡ് ചെയ്യുന്നത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ കബോർഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സെഗ്മെന്റ്സ് ആഡ് ചെയ്ത് നമുക്ക് അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സിലെ ജിയോൺഗണിനെ കുറിച്ചിട്ടാണ്. അതിനായി കമാൻഡ് പാനലിൽ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിന്റെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സ് എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജിയോൺഗൺ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതെന്താന്ന് വെച്ചാൽ പോളിഗൺ വരയ്ക്കാനുള്ളത്, പോളിഗൺ രൂപത്തിലുള്ള പ്രിസം വരയ്ക്കാം. അപ്പോൾ ഓൾറെഡി ഉള്ളത് 5 സൈഡാണ് ഡീഫോൾട്ട് ആയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡീഫോൾട്ട് ആയിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഹൈറ്റ് എത്രയാണോ വേണ്ടത്, ഹൈറ്റ് വരയ്ക്കുമ്പോൾ കണ്ട ഹൈറ്റ് ഇവിടെ മാറുന്നത് കാണാം. എത്രയാണോ വേണ്ടത് ഹൈറ്റ് വരച്ചു കൊടുക്കുക. നമുക്ക് 4 വ്യൂ പോർട്ടും എക്സ്റ്റെൻഡ് ആയിട്ട് കാണണമെങ്കിൽ ജസ്റ്റ് എക്സ്റ്റെൻഡ് ഈ 4ാമത്തെ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് 4 വ്യൂ പോർട്ടും സൂം ആയിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് സൈഡ്സ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ സൈഡ്സ് ഇൻക്രീസ് ചെയ്യാം. സൈഡ് വല്ലാണ്ട് ഇൻക്രീസ് ചെയ്താൽ സിലിണ്ടർ ഷേപ്പ് തന്നെ കിട്ടും. അപ്പൊ നമുക്ക് ഏറ്റവും മിനിമം 3 ആണ്, ഏറ്റവും മാക്സിമം 200 ആണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സൈഡ് ഇൻക്രീസ് ചെയ്യാം. പിന്നെ റേഡിയസ് ഇൻക്രീസ് കൂട്ടണമെങ്കിൽ റേഡിയസ് ഇൻക്രീസ് ചെയ്യുക. കണ്ട ഡിക്രീസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യാം. പിന്നെ ഫില്ലറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീഫോൾട്ട് ഷെയ്ഡിങ്ങിൽ ആദ്യക്ക് എഡ്ജ് വൈസ് ഓൺ ആക്കി കൊടുക്കുക. അപ്പൊ കണ്ട അപ്പൊ നമ്മൾ എത്ര 90 സൈഡ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു 8 സൈഡ് കൊടുത്തു. അപ്പൊ നമുക്ക് കണ്ട ഈ ഓരോ സൈഡിലും ഓരോ ലൈൻസ് കാണാം. അപ്പൊ ആ ഫില്ലറ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കണ്ട ഓരോ ലൈനിന്റെ അവിടെയും എക്സ്ട്രാ ലൈൻ വന്ന് കാണാം. ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഫില്ലറ്റ് എത്ര ഡിസ്റ്റൻസിലാണോ വേണ്ടത് അതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ 1 സെന്റിമീറ്റർ. അപ്പൊ ഫില്ലറ്റ് നമ്മൾ ഡിസ്റ്റൻസ് വീണ്ടും ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. ഇനി അത് വേണ്ടെന്ന് വെക്കണമെങ്കിൽ ഫില്ലറ്റിന്റെ അവിടെ ജസ്റ്റ് റൈറ്റിലേക്ക് കൊടുക്കുക. കണ്ടാ അപ്പൊ 0 ആയിട്ട് കിട്ടും. ഇനി സൈഡ് സെഗ്മെന്റ് ആഡ് ചെയ്യണമെങ്കിൽ സൈഡ് സെഗ്മെന്റ് ആഡ് ചെയ്യാം. കണ്ടാ സൈഡ് സെഗ്മെന്റ് ആഡ് ചെയ്തപ്പോൾ സൈഡ് സെഗ്മെന്റ് ആയി. കണ്ടാ വേണ്ടെങ്കിൽ സൈഡ് സെഗ്മെന്റ് കുറയ്ക്കാം. ഈ ഹൈറ്റിൽ സെഗ്മെന്റ് ആഡ് ചെയ്യണമെങ്കിൽ ഹൈറ്റിൽ സെഗ്മെന്റ് ആഡ് ചെയ്യാം. കണ്ടോ ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ കൊടുക്കാം. ഈ ഫില്ലറ്റ് സെഗ്മെന്റ് ഇപ്പൊ നമുക്ക് കൊടുക്കുമ്പോൾ ഒരു വ്യത്യാസം കാണാനില്ല. പക്ഷെ എന്തുകൊണ്ടാ നമ്മൾ ഫില്ലറ്റ് എമൗണ്ട് 0 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ആദ്യം നമ്മൾ ഫില്ലറ്റിന്റെ എമൗണ്ട് ജസ്റ്റ് ഒന്ന് ഈ ബാക്കിയുള്ള സെഗ്മെന്റ് ഒക്കെ കുറച്ചുവിട്ടാ. അതിനുശേഷം ഫില്ലറ്റിന്റെ അവിടെ ജസ്റ്റ് ഒന്ന് വാല്യൂ കൊടുത്തു. അപ്പൊ കണ്ട ഫില്ലറ്റിന്റെ അവിടെ വാല്യൂ കൊടുത്തു. ഫില്ലറ്റ് സെഗ്മെന്റ് ജസ്റ്റ് റൈറ്റിൽ കൊടുത്തു, 0 കൊടുത്തു. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നില്ല. സെഗ്മെന്റ് ഫില്ലറ്റ് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്, ഫില്ലറ്റ് സെഗ്മെന്റ് നമ്മൾ 0 കൊടുത്തപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഫില്ലറ്റ് കൊടുത്ത ഏരിയയിൽ സെഗ്മെന്റ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കണ്ട ഫില്ലറ്റ് വളരെ ചെറിയൊരു പോർഷനിലാണ് നമ്മൾ കൊടുത്തുള്ളത്. എത്ര 0.51 സെന്റിമീറ്റർ. ആ ഒരു ഏരിയയിൽ സെഗ്മെന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ കണ്ട കുറച്ചുകൂടി അവിടെ മാത്രം സെഗ്മെന്റ് ആഡ് ചെയ്യുന്നത് കാണാം. ഇതിനാണ് ജിയോഗൺ യൂസ് ചെയ്യുന്നത്. നമുക്ക് സൈഡ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം, വല്ലാണ്ട് ഇൻക്രീസ് ചെയ്താൽ നമുക്ക് എക്സാക്ട് സിലിണ്ടർ ഷേപ്പ് പോലെ കിട്ടും. ഇത്രയല്ലോ ജിയോഗണിൽ പഠിക്കാണ്. പിന്നെ നമ്മളിപ്പോ വരച്ചു കഴിഞ്ഞതിന് ശേഷം എസ്കേപ്പ് ആയി വിചാരിക്കുക. ഇപ്പൊ കണ്ട ടൂളിൽ നിന്ന് എസ്കേപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മോഡിഫൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ഒബ്ജക്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്ലസ് ഐക്കണ് റൈറ്റ് സൈഡിലുള്ള മോഡിഫൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏത് ഒബ്ജക്റ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനെ കുറിച്ചിട്ടുള്ള എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് താഴെ കാണാം. അവിടെ പോയിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാം. സൈഡ്, റേഡിയസ്, ഫില്ലറ്റ് എന്താ വെച്ചാൽ മോഡിഫൈ ചെയ്യണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സിലെ റിംഗ് വേവിനെ കുറിച്ചാണ്. അതിനായി നമ്മൾ കമാൻഡ് പാനലിൽ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് കിട്ടും. അതിൽ എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റിംഗ് വേവ് എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് അതിന്റെ പാരാമീറ്റേഴ്സ് അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ വന്നത് കാണാം. അപ്പൊ നമ്മളിപ്പോ റിംഗ് വേവ് എന്ന ഓപ്ഷനാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒന്ന് ഡ്രാഗ് ചെയ്യുക. അപ്പൊ നമുക്ക് റേഡിയസ് കിട്ടും. എന്നിട്ടൊരു മൗസ് ഒന്ന് റിലീസ് ചെയ്യുക. അതിനുശേഷം ഇന്നർ റേഡിയസ് എത്രയാണോ, അതായത് റിംഗ് വിഡ്ത്ത് കണ്ടോ അവിടെ മാറുന്നത് കാണാം. നമുക്ക് റിംഗ് വിഡ്ത്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ നമുക്ക് റേഡിയസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. റേഡിയൽ സെഗ്മെന്റ് നമ്മൾ സൂം എക്സ്റ്റെൻഡ് കൊടുത്തു. എന്നിട്ട് റേഡിയൽ സെഗ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ ഈ വ്യൂവിൽ റേഡിയൽ സെഗ്മെന്റ് വരുന്നത് കാണാം. കണ്ടോ റേഡിയൽ സെഗ്മെന്റ് ഇങ്ങനെ ഷേപ്പ് ആയിട്ടുള്ളത് അത് എത്ര വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമ്മൾ ഒബ്ജക്ട് സെലക്ട് ആയ സമയത്ത് തന്നെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എസ്കേപ്പ് ആയി വിചാരിക്കുക, ടൂളിൽ നിന്ന് എസ്കേപ്പ് ആയി. ഇനി നമുക്ക് അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ടൂളിൽ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഒബ്ജക്ട് സെലക്ട് ആയിരുന്നു. ഒബ്ജക്ട് സെലക്ട് ആയ സമയത്ത് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ പ്ലസ് ഐക്കണ് തൊട്ട് റൈറ്റ് സൈഡിലുള്ള മോഡിഫൈ എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഏത് ഒബ്ജക്റ്റ് ആണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിന്റെ എഡിറ്റ് ചെയ്യാനുള്ള എല്ലാ പാരാമീറ്റേഴ്സും ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ കാണാം. ഞാൻ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഡീറ്റെയിൽസ് കാണില്ല. നമ്മളൊരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്താൽ മാത്രമാണ് അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് റേഡിയസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ റേഡിയസ് ഇൻക്രീസ് ചെയ്യാം.
റേഡിയൽ സെഗ്മെന്റ് ഇപ്പൊ ഞാൻ 3 കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. കണ്ട 54 അത്ര അധികം കൊടുത്തപ്പോ നമുക്ക് മനസ്സിലാവാൻ കൂടിയില്ല. അപ്പൊ അത് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഡിക്രീസ് ചെയ്യാം. ഇനി റിംഗ് വിഡ്ത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഇന്നർ ഏരിയ മാറുന്ന കാണാം. റിംഗ് വിഡ്ത്ത് ആവശ്യാനുസരണം എത്രയാണോ വേണ്ടത് അത് കൊടുക്കാൻ പറ്റും. ഇനി സൈഡ് മിനിമം പറഞ്ഞ 3 ആണ് കേട്ടോ. നമുക്ക് ആവശ്യാനുസരണം എത്രയാണോ വേണ്ടത് അത് കൊടുക്കാം. ഹൈറ്റ് കൊടുത്ത ഒരു തിക്നെസ് വരുന്നത് കാണാൻ പറ്റും കേട്ടോ. ഒരു 3D കേട്ടോ, ഹൈറ്റ് കൊടുത്തപ്പോ 3D ഷേപ്പിൽ വന്നു. ഈ ഹൈറ്റ് സെഗ്മെന്റ് ഇവിടെ സെഗ്മെന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് F4 കാണിച്ചാൽ നമുക്ക് എഡ്ജ് ഫേസും കൂടി ഓൺ ആക്കാൻ പറ്റും. അതായത് കേട്ടോ, ഡീഫോൾട്ട് ഷെയ്ഡിങ്ങും എഡ്ജ് ഫേസും കൂടി സൈമൾട്ടേനിയസ്ലി ഓൺ ആക്കാൻ F4 പ്രസ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഹൈറ്റ് സെഗ്മെന്റ് ഇവിടെയാണ് ഹൈറ്റ്, അവിടെ സെഗ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ആവുന്നതാണ്. അപ്പൊ ആവശ്യാനുസരണം നമുക്ക് ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്യാം. ഇത്രയാണ് നമുക്ക് റിംഗ് വേവില് സൈസിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. നമുക്ക് ഇവിടെ ഒരു 3 ഓപ്ഷൻസ് കാണാം. അത് ആനിമേഷൻസ് യൂസ് ചെയ്യുന്നതാണ്. അതായത് നോ ഗ്രോത്തിലാണ് ഇപ്പൊ കിടക്കുന്നത്. അതായത് കംപ്ലീറ്റ്ലി ഈ ഷേപ്പിൽ തന്നെ ആയിരിക്കും. അതായത് നമുക്ക് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കണ്ട ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കണ്ട ഈ ടൈം സ്റ്റാമ്പ് 0 to 100 വരെ ഈ ഷേപ്പ് തന്നെ ആയിരിക്കും. കംപ്ലീറ്റ്ലി ഷേപ്പിലൊരു ഗ്രോത്തോ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. കംപ്ലീറ്റ്ലി ഇതേ ഷേപ്പ് തന്നെ ആയിരിക്കും. ഉള്ളിലൊന്ന് ജസ്റ്റ് റിംഗ് ഒന്ന് മൂവ് ചെയ്യുന്നത് കാണാം, ജസ്റ്റ് ഒന്ന് ഇളകുന്നത് കാണാൻ പറ്റും. അതിന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പിടിച്ച് ഈ മൂലയ്ക്ക് ഒന്ന് കൊണ്ടുപോയിക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഗ്രോ ആൻഡ് സ്റ്റേ കൊടുത്താൽ ഈ ടൈം സ്റ്റാമ്പ് നമ്മൾ ആദ്യം പ്ലേ ചെയ്യണം. അതായത് പ്ലേ ആനിമേഷൻ കൊടുത്താൽ കണ്ട ആദ്യം 0 എന്ന പോയിന്റിൽ നിന്ന് ഇവിടെ കണ്ട ഗ്രോ ടൈം 60ക്ക് എത്തുമ്പോൾ ഈ 60ക്ക് എത്തുമ്പോൾ കംപ്ലീറ്റ് ഷേപ്പ് ആയിട്ടുണ്ടാവും. 60 എത്തിയിട്ട് ഈ 100 വരെ അതന്നെ മെയിൻറ്റെയിൻ ചെയ്യും. കേട്ടോ 0 സ്റ്റാർട്ട് ചെയ്ത് 60 എത്തുമ്പോഴേക്കും ആ കംപ്ലീറ്റ് ഷേപ്പ് ആവും. ഞാൻ 60 മാറ്റി ഞാൻ 20 കൊടുത്തു വരിക. ഗ്രോ ആൻഡ് സ്റ്റേ ആദ്യത്തെ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം ഗ്രോ ആൻഡ് സ്റ്റേ 20 ജസ്റ്റ് പ്ലേ ആനിമേഷൻ കൊടുത്തു. കണ്ടോ 20 ആകുമ്പോഴേക്കും ഫുൾ ഷേപ്പായി. പെട്ടെന്നാണ് ഈ 0 എന്നുള്ള 20 ആ വളരെ മൈന്യൂട്ട് ടൈമിലാണ് പെട്ടെന്ന് ഷേപ്പ് ക്രിയേറ്റ് ആയി. പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് കൺട്രോൾ വരെ 20ക്ക് പകരം ഞാനിപ്പോ ഒരു 90 കൊടുത്തു വരിക. അതിനുശേഷം ജസ്റ്റ് ഇതൊന്ന് ഓഫ് ആക്കുക. ആദ്യം ഇത് ഓഫ് ആക്കി അതിനുശേഷം 0 to 90 കൊടുത്തു. ജസ്റ്റ് പ്ലേ ചെയ്തു. കണ്ടോ മെല്ലെയാണ് ഗ്രോത്ത് വരുന്നത്. ഈ 90ക്ക് എത്തുമ്പോഴാണ് അതിന്റെ ഫുൾ ഷേപ്പ് ക്രിയേറ്റ് ആവുന്നത്. അപ്പൊ അതിന് ഓഫ് ആക്കുക, ജസ്റ്റ് ഓഫ് ആക്കുക, കോർണറിൽ കൊണ്ടുപോയിക്കുക. ഈ സൈക്ലിക് ഗ്രോത്ത് ഉണ്ട്. സൈക്ലിക് ഗ്രോത്ത് കൊടുത്താൽ ജസ്റ്റ് പ്ലേ ബട്ടൺ കൊടുക്കുക. കണ്ടോ 0 നിന്ന് ഫുൾ ആവുന്നു. വീണ്ടും കണ്ടോ ഒരു വേറെ രീതിയിലാണ് ഗ്രോത്ത് വരുന്നത്. അപ്പൊ അത് ആ 3 ഓപ്ഷനാണ് നമുക്ക് ആനിമേഷൻ യൂസ് ചെയ്യാവുന്നത്. ജസ്റ്റ് ഓഫ് ആക്കി വെക്കുക. ഇനി നമുക്ക് നോ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ നമുക്ക് നോർമൽ ഷേപ്പിലേക്ക് കിട്ടും. ഇനി നമുക്ക് ഔട്ടർ എഡ്ജ് ബ്രേക്കപ്പ് അതേപോലെ ഇന്നർ എഡ്ജ് ബ്രേക്കപ്പ് പറഞ്ഞിട്ട് 2 ഓപ്ഷൻസ് കാണാം. അതായത് നമുക്ക് ഈ വ്യൂ ഞാൻ ജസ്റ്റ് Alt W പ്രസ് ചെയ്ത് ജസ്റ്റ് വലുതാക്കുന്നു. F4 പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഔട്ടർ ഇന്നർ എഡ്ജ് ബ്രേക്ക് പറഞ്ഞാൽ ഈ ഏരിയ ഇതാണ് ഇന്നർ എഡ്ജ് ബ്രേക്ക്, ഇതാണ് ഔട്ടർ എഡ്ജ് ബ്രേക്ക്. ഇന്നർ എഡ്ജ് ബ്രേക്കിൽ 11 മേജർ സൈക്കിൾ ഉണ്ട്. അപ്പൊ ഞാൻ ഡിക്രീസ് ചെയ്യണമെങ്കിൽ കണ്ടാം ഇന്നറിലത്തെ സൈക്കിളിന്റെ എണ്ണം കുറയുന്ന കാണാം. ഒരു പെന്റഗൺ പോലെ ഇന്നറിൽ മെയിൻ ആയിട്ടുള്ള സൈക്കിൾസ്. ഇനി അതിന്റെ തന്നെ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യുക. വിഡ്ത്ത് ഫ്ലക്സ് വ്യത്യാസം വരുത്തണമെങ്കിൽ കണ്ട ആ 5 തമ്മിലുള്ള വിഡ്ത്ത് ഫ്ലക്സ് അതായത് ജസ്റ്റ് ചേഞ്ച് ഓരോന്നും തമ്മിലുള്ള ഹൈറ്റും അതൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ വിഡ്ത്ത് ഫ്ലക്സിൽ വ്യത്യാസം വരുത്തും. ക്രൗഡ് ടൈമിൽ നമ്മൾ വ്യത്യാസം വരുത്തിയാൽ നമ്മൾ ഇവിടെ പ്ലേ ചെയ്യുമ്പോൾ വ്യത്യാസമാണ് നമുക്ക് കാണാൻ പറ്റുക. അതിൽ നമ്മളിപ്പോൾ 120 പകരം വ്യത്യാസം കൊടുക്കുമ്പോൾ കണ്ട എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത് ആ ഒരു വ്യത്യാസം കാണാനാണ് ഈ ക്രൗഡ് ടൈം നമ്മൾ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഓഫ് ആക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ കൊണ്ടുപോയി വയ്ക്കുക. അതിനുശേഷം മൈനർ സൈക്കിൾസ് ഉണ്ട് കണ്ട ഈ ചെറിയ അത് മൈനർ സൈക്കിൾസിന്റെ എണ്ണം 29 ആണ്. അപ്പൊ അത് കുറയ്ക്കണമെങ്കിൽ അത് കുറയ്ക്കാം. അപ്പൊ അത് കൂട്ടണമെങ്കിൽ കണ്ട മേജർ ആയിട്ട് ഒരു 6 ഉണ്ട് കണ്ട. അതിന്റെ ഇടയിൽ ഈ മൈനർ ആയിട്ടുള്ള ചെറിയ സൈക്കിൾസ് ഉണ്ടാക്കണമെങ്കിൽ ആണെങ്കിൽ മൈനർ സൈക്കിൾസ് യൂസ് ചെയ്യുക. അത് 21 ആണ്. കുറച്ചിട്ട്
സീറോ എന്താ സീറോ ആണ് കൊടുത്തു വിചാരിക്കുക. സീറോ കൊടുത്തണ്ട കറക്റ്റ് ഒരു മൈനർ സൈക്കിളിലാണ്ടുള്ള ഷേപ്പ് കിട്ടും. അപ്പൊ നമുക്കത് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാം. മൈനർ സൈക്കിൾസ് കുറച്ച് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കുക. ഈ മൈനർ സൈക്കിളിന്റെ വിഡ്ത് ഫ്ലെക്സ് കണ്ട മൈനർ സൈക്കിൾസ് അവ തമ്മിലുള്ള ആ വിഡ്ത് ഫ്ലെക്സ് മാറ്റം വരുത്താനും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. കണ്ട മൈനർ സൈക്കിൾസ് തമ്മിലുള്ള വിഡ്ത് ഫ്ലെക്സ് അത് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് അവിടെയും മാറ്റം വരുത്താം. ഇനി അതിന്റെ ക്രോൾ ടൈംസും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതും പ്ലേ ചെയ്യുമ്പോഴാണ് നമ്മൾ ക്രോൾ ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. കണ്ട എങ്ങനെയാണോ വേണമെന്ന് വെച്ചാൽ ഓഫ് ആക്കുക, ജസ്റ്റ് ഇവിടെ കൊണ്ടുപോയിക്കുക. അപ്പൊ അത് ഓഫായി. ഇനി അതേപോലെ തന്നെ ഔട്ടർ എഡ്ജ് ബ്രേക്കപ്പ് ഉണ്ട്. ഔട്ടർ എഡ്ജ് ബ്രേക്കപ്പ് ഓൺ ആക്കി കൊടുത്താൽ ഈ ഔട്ടർ എഡ്ജിലാണ് കിട്ടുക. അപ്പൊ മേജർ സൈക്കിൾസ് പറഞ്ഞാൽ 1 ആണ് കൊടുത്തിട്ടുള്ളത്, മൈനർ സൈക്കിൾസും 1 ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി വിഡ്ത് ഫ്ലെക്സ് ആഡ് ചെയ്യണമെങ്കിൽ കണ്ട ഇവിടെ ജസ്റ്റ് ചെറിയ വ്യത്യാസം വരുന്ന കാണാൻ പറ്റും. കണ്ട വിഡ്ത് ഫ്ലെക്സ് ആഡ് ചെയ്യുമ്പോൾ ഔട്ടറിൽ വ്യത്യാസം വരുന്ന കാണാം. അതേപോലെ വിഡ്ത് ഫ്ലെക്സ് മൈനർ സൈക്കിൾ വ്യത്യാസം വരുത്തുമ്പോൾ കണ്ട ജസ്റ്റ് ഒരു ചെറിയ വ്യത്യാസം ഇവിടെ വരുന്ന കാണാം. കണ്ട മൈനർ സൈക്കിൾസ് ഓരോന്നും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് നമുക്കിപ്പോ റേഡിയസ് കൂട്ടിയിരിക്കുക, അതിന്റെ റിംഗ് വിഡ്ത്തും കൂട്ടിയിരിക്കുക. ഇനി നമ്മള് ഔട്ടർ എഡ്ജില് മാറ്റം വരുത്തിയിരിക്കുക. കണ്ട ഔട്ടർ എഡ്ജില് വിഡ്ത് ഫ്ലെക്സ് ആഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മാറ്റം വരും. ഈ മേജർ സൈക്കിൾസിന്റെ എണ്ണം കൂട്ടുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം വരുന്നത് കാണാൻ പറ്റും. ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഡിക്രീസ് ചെയ്യുക, ഔട്ടറത്തെ സൈക്കിൾസിന്റെ എണ്ണമാണ്. ഇനി ഇന്നരത്തെ ആണ് വേണ്ടെങ്കിൽ ഇന്നരത്തെ കണ്ട വ്യത്യാസം വരുന്നത് കാണാം. ഔട്ടറത്തെ വേണമെങ്കിൽ ഔട്ടറിൽ എങ്ങനെയാണോ മാറ്റം വരുന്നത് കണ്ട ഔട്ടറിൽ നമുക്ക് ഷേപ്പ് മാറ്റാൻ പറ്റും. എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് മാറ്റാൻ പറ്റും. ഈ മൈനർ സൈക്കിൾസിന്റെ എണ്ണം ഔട്ടറിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ അവിടെയും മൈനർ സൈക്കിൾസ് ഉണ്ടാവും, ചെറിയത്. അവിടെയും നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഡിക്രീസ് ചെയ്യുക. അവ തമ്മിലുള്ള വിഡ്ത് ഫ്ലെക്സ് കണ്ട അവ തമ്മിലുള്ള വിഡ്ത് ഫ്ലെക്സ് അവിടെ മാറ്റം വരുത്തണമെങ്കിൽ അതിനിത് യൂസ് ചെയ്യുക. പിന്നെ ആനിമേഷനുള്ള ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രോൾ ടൈമും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമ്മൾ റിംഗ് വേവിലുള്ള ഓപ്ഷൻസ്. അതിൽ നമ്മൾ ഈ ഏരിയ മൊത്തം ആനിമേഷനാണ് യൂസ് ചെയ്യുക. റിംഗ് വേവ് ടൈമിങ് പിന്നെ ഈ ഏരിയസ് മൊത്തം നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇതൊക്കെ ആനിമേഷനാണ് യൂസ് ചെയ്യുക. മെയിൻ ആയിട്ട് ഇത് കംപ്ലീറ്റ് ആനിമേഷൻ പർപ്പസിനാണ് കൂടുതൽ യൂസ് ചെയ്യുക. പിന്നെ ഞാനിത് F4 പ്രസ് ചെയ്ത് ജസ്റ്റ് നമ്മളിത് ഓഫാക്കി, അതിനുശേഷം സ്മൂത്തും ഓഫാക്കി വരിക. ഈ 2 ടിക്ക് ഓഫാക്കിയാൽ നോർമൽ ഷേപ്പിലേക്ക് കിട്ടും. അപ്പൊ കണ്ട ഇന്നർ എഡ്ജ് ബ്രേക്കപ്പിന്റെ എല്ലാ മാറ്റം വന്ന വ്യത്യാസം വരുത്തി ഓഫാക്കി കൊടുത്താൽ കറക്റ്റ് ഈ ഒരു ഷേപ്പ് കിട്ടും. ഇപ്പൊ സ്മൂത്ത് ആയിട്ടാണ് കിടക്കുന്നത്. സ്മൂത്ത് ഓഫാക്കി കൊടുത്താൽ നമ്മൾ ഹൈറ്റും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫേസുകൾ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ഞാൻ റേഡിയൽ സെഗ്മെന്റ് ആഡ് ചെയ്തു, ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്തു. കണ്ട ഇവിടെ ഒരു സ്മൂത്ത് അല്ല, ഓരോ ഫേസും തമ്മിലുള്ള ആ ഒരു ചെറിയ കഷ്ണങ്ങൾ പോലെ കാണാൻ പറ്റും. കണ്ട ഒരു റെക്ടാങ്കിൾ ആ സ്മൂത്ത് ഓൺ ആക്കി കൊടുത്താൽ കറക്റ്റ് സ്മൂത്ത് ആയിട്ട് കിട്ടും. സ്മൂത്ത് ഓൺ ആക്കി കൊടുത്താൽ ഇവിടെ വ്യത്യാസം വരുന്നത് കാണാൻ പറ്റും. കണ്ട ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സിലെ ഹോസ് എന്ന ഷേപ്പിനെ കുറിച്ചാണ്. അതിനായി ആദ്യം നമ്മൾ കമാൻഡ് പാനലിൽ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് എന്ന ഓപ്ഷൻ കാണും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഹോസ് എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആദ്യക്ക് ബേസ് ഷേപ്പ് ജസ്റ്റ് വരച്ചു കൊടുക്കുക. അതിനുശേഷം എത്ര ഹൈറ്റ് ആണോ വേണ്ടത് ഹൈറ്റ് വരച്ചു കൊടുക്കുക. ഞാൻ ഈ ഒരു വ്യൂ പോർട്ട് മാത്രം സെപ്പറേറ്റ് വലുതാക്കാൻ വേണ്ടിയിട്ട് Alt W പ്രസ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ ഉള്ള പോർഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓൾറെഡി ഒബ്ജക്റ്റ് വരച്ചിട്ട് സെലക്ഷൻ പോയിട്ടില്ല, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാം. അതായത് ഹൈറ്റ് കൂട്ടണമെങ്കിൽ കൂട്ടാം, അങ്ങനെ ബാക്കിയുള്ളത് മാറ്റണമെങ്കിൽ മാറ്റാം. നമ്മളിപ്പോൾ അഥവാ എസ്കേപ്പ് ചെയ്ത് വരിക ഈ ടൂളിൽ നിന്ന്. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്ലസ് ഐക്കന് തൊട്ട് റൈറ്റ് സൈഡിലുള്ള മോഡിഫൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഡിക്രീസ് ചെയ്യാം. നമുക്ക് സെഗ്മെന്റ്സ് ഇവിടെ 45 ആണ് കൊടുക്കുന്നത്. ഏറ്റവും മിനിമം പറഞ്ഞ 3 ആണ്. സെഗ്മെന്റ്സിന്റെ എണ്ണം കുറയും തോറും ആ ഷേപ്പ് കറക്റ്റ് ആയിട്ട് വരില്ല. ഉള്ളിത്തെ ഇന്നർ പോർഷനത്തെ ഷേപ്പ് കറക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ സെഗ്മെന്റ്സ് ആവശ്യത്തിന് പ്രൊവൈഡ് ചെയ്യണം. കൂടുതൽ സെഗ്മെന്റ്സ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ഷേപ്പ് നല്ല വൃത്തിയിൽ ക്രിയേറ്റ് ആവും. ഇനി ഫ്ലക്സ് സെക്ഷൻ എനേബിൾ.
ഇപ്പൊ ഫ്ലക്സ് സെക്ഷൻ എനേബിൾ നമ്മൾ ഓഫ് ആക്കി കൊടുത്തിരിക്കുക. അപ്പൊ ഈ ടോപ്പിലത്തെ ഫേസ് അതന്നെ ആയിരിക്കും എൻ്റെ ഹൈറ്റിൽ നമുക്ക് അതേ ഷേപ്പ് തന്നെ ആയിരിക്കും. ഫ്ലക്സ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് സെക്ഷൻ എനേബിൾ ആക്കി കൊടുത്താൽ ഈ പോർഷനിൽ നിന്ന് ഈ ഒരു പോർഷൻ വരെ കണ്ട ഈ ഒരു പോർഷനെയാണ് ഫ്ലക്സ് സെക്ഷൻ എന്ന് പറയുന്നത്. ഈ കംപ്ലീറ്റ് ഹൈറ്റിനെ നമ്മൾ 100% ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് 10%. അത് ഈ ബോട്ടത്തിൽ നിന്ന് ഈ 10% കഴിയുമ്പോഴാണ് ഈ ഫ്ലക്സ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ അടിയിൽ നിന്ന് 19% എത്തുമ്പോൾ ഓഫ് ആവും ചെയ്യും കേട്ടോ. എൻസെറ്റ് 19%, അതായത് 10% അടിയിൽ നിന്ന് എത്തുമ്പോൾ ഈ ഫ്ലക്സ് സെക്ഷൻ സ്റ്റാർട്ട് ആവും. അതേപോലെ അടിയിൽ നിന്ന് ഹൈറ്റ് 19% ആകുമ്പോൾ ഫ്ലക്സ് സെക്ഷൻ എൻഡ് ആവും. പിന്നെ അതിന്റെ ഇടയിൽ 1 2 3 4 5 സൈക്കിൾസ് ഉണ്ട്. അതാണ് ഈ 5 സൈക്കിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നമുക്ക് ഈ സ്റ്റാർട്സ് ഏറ്റവും ബോട്ടത്തിൽ നിന്ന് തന്നെ തുടങ്ങണമെങ്കിൽ ഇവിടെ സ്റ്റാർട്സിൽ 0 കൊടുക്കണം. ഒന്നെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യുക 0 എന്നുള്ളത്, അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക കണ്ട. ഇപ്പൊ നമ്മൾ ഫ്ലക്സ് സെക്ഷൻ ഏറ്റവും അടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ ഏറ്റവും ടോപ്പ് വരെ വേണമെന്നുണ്ടെങ്കിൽ ഈ എൻഡിന്റെ അവിടെ 90 പകരം 100 കൊടുക്കുക കണ്ട. ഇപ്പൊ ഏറ്റവും ബോട്ടത്തിൽ നിന്ന് ഏറ്റവും ടോപ്പ് വരെ ഫ്ലക്സ് സെക്ഷൻ എനേബിൾ ആണ്. ഇനി ഇതിന്റെ ഇടയിലുള്ള സൈക്കിൾ 5 ആണ്. അത് നമ്മൾ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ കൊടുത്താൽ മതി. അപ്പൊ അതിനനുസരിച്ച് സൈക്കിളിന്റെ എണ്ണം കൂടുന്നു കാണാം. ഇനി ഡയാമീറ്റർ ഇപ്പൊ നെഗറ്റീവ് ആണ് കൊടുത്തുള്ളത് കണ്ട. വീണ്ടും നെഗറ്റീവ് കൊടുക്കുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ആവശ്യാനുസരണം എങ്ങനെയാണ് ഷേപ്പ് വേണ്ടത് കണ്ട, എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് കൊടുക്കുക. സൈക്കിളിന്റെ എണ്ണം കുറച്ച് കൊടുത്തു വരിക. അപ്പൊ അതിനനുസരിച്ച് കിട്ടും. ഹൈറ്റ് കുറച്ച് കൂട്ടി കണ്ടോ. അപ്പൊ ആവശ്യാനുസരണം നമുക്ക് ആ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സ്മൂത്തിങ്. ഇപ്പൊ നമ്മുടെ മൊത്തം സൈഡും സെഗ്മെന്റും ഒക്കെ സ്മൂത്ത് ആയിട്ടാണ് നമുക്ക് എടുക്കുന്നത്. അതായത് അല്ലാതെ സ്മൂത്ത് ആണ്. ഇനി സൈഡ് മാത്രം സ്മൂത്ത് ആയി കഴിഞ്ഞാൽ കണ്ട, സൈഡ് മാത്രമേ സ്മൂത്ത് ആയിട്ടുള്ളൂ, സെഗ്മെന്റ് വിസിബിൾ ആയിരിക്കും. ഈ സെഗ്മെന്റ് മാത്രം സ്മൂത്ത് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് വിസിബിൾ ആയിരിക്കും. ഒന്നും സ്മൂത്ത് ചെയ്തില്ലെങ്കിൽ സൈഡും സെഗ്മെന്റും ഒക്കെ കൂടിയിട്ട് ആയിട്ടുള്ള വിസിബിൾ ആയിരിക്കും. അങ്ങനത്തെ ഷേപ്പ് കിട്ടും. അപ്പൊ നമുക്ക് സ്മൂത്ത് ആയിട്ട് കിട്ടണം. അപ്പൊ നമ്മൾ അല്ലാതെ സ്മൂത്ത് ആക്കി കൊടുക്കുക. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിപ്പോ വരച്ച മെത്തേഡ് ഫ്രീ ഹോസ് കൊണ്ടുള്ള മെത്തേഡാണ്. 2 ടൈപ്പിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ബൗണ്ട് ടു ഒബ്ജക്ട് പിവറ്റ്സ് കൊണ്ടുള്ള മെത്തേഡ് ഉണ്ട്. അതായത് ഞാൻ വേറെ വീണ്ടും ഹോസ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ബൗണ്ട് ടു ഒബ്ജക്ട് പിവറ്റ്സ്. അതിനായിട്ട് ആദ്യം നമ്മൾ 2 ഒബ്ജക്ട് വരച്ചു കൊടുക്കണം. ഞാനിപ്പോ ഇവിടെ എക്സ്റ്റെൻഡ് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് എന്ന ഓപ്ഷൻ എടുത്തു. അതിനുശേഷം 2 ബോക്സ് വരച്ചു കൊടുക്കുക. ചെറിയൊരു ബോക്സ്. അതിനുശേഷം ഇതിനെ മൂവ് ചെയ്യുക. മൂവ് ചെയ്യുന്നതിന് ജസ്റ്റ് W പ്രസ് ചെയ്യുക. ഷിഫ്റ്റ് ആക്കിയതിനു ശേഷം മൂവ് ചെയ്യുക. അതായത് ഷിഫ്റ്റ് ആക്കിയതിനു ശേഷം മൂവ് ചെയ്യുക. ഒരെണ്ണം ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ എക്സ്റ്റെൻഡ് പ്രിമിറ്റീവ്സ് എടുത്ത് ഹോസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിൽ ബൗണ്ട് ടു ഒബ്ജക്ട് പിവറ്റ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒരെണ്ണം വരച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ പിക്ക് ടോപ്പ് ഒബ്ജക്ട് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തു. പിക്ക് ബോട്ടം ഒബ്ജക്ട്. ടോപ്പ് ഒബ്ജക്ട് ഈ ബോക്സിന്റെ നെയിമാണ് ഇപ്പൊ വന്നത്, ബോക്സ് 002. പിക്ക് ബോട്ടം ഒബ്ജക്ട് ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് നണ്ണ് കാണിക്കുന്നത്. അത് നമ്മളിപ്പോ പിക്ക് ബോട്ടം ഒബ്ജക്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം രണ്ടാമത്തെ ബോക്സ് ക്ലിക്ക് ചെയ്തു കണ്ട. അപ്പൊ ഈ 2 ബോക്സും കൂടിയിട്ട് ഈ 2 ബോക്സും നമ്മൾ ഓരോ ബോക്സും മൂവ് ചെയ്യാനുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതായത് പിവറ്റ് പോയിന്റ് എന്ന് അതിന് പറയാം. ആ പിവറ്റ് പോയിന്റിന്റെ സെന്ററിലേക്ക് ആയിരിക്കും ഇത് രണ്ടും. ഈ ഒരു ഹോസിന്റെ ഈ ഒരു ടോപ്പ് ബോട്ടം പോയിന്റ് ഇതിന്റെ ഈ ബോക്സിന്റെ പിവറ്റ് പോയിന്റിലേക്കും, അതേപോലെ ഈ ഹോസിന്റെ ബോട്ടം പോയിന്റ് ഈ ബോക്സിന്റെ പിവറ്റ് പോയിന്റിലേക്ക്. പിവറ്റ് പോയിന്റ് പറഞ്ഞാൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഓരോ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിവറ്റ് പോയിന്റ് ഉണ്ടാവും. ഈ ബോക്സിന്റെ പിവറ്റ് പോയിന്റ് പറഞ്ഞാൽ ഈ സെന്ററിലായിരിക്കും. ഈ ബോക്സിന്റെ പിവറ്റ് പോയിന്റ് ഈ സെന്ററിലായിരിക്കും. അപ്പൊ പിവറ്റ് പോയിന്റ് സെന്ററിലേക്ക് ആയിരിക്കും ഇത് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ടെൻഷനൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും കണ്ടോ. അവിടെ ടെൻഷൻ 2ഉം 100 കൊടുത്തുള്ളത്. ഇപ്പൊ ഈ 100 മാറ്റി നമ്മൾ 0 കൊടുത്തിരിക്കുക. അപ്പൊ ബോക്സ് 2ലേക്കുള്ള ടെൻഷൻ 0 ആയി. ഈ ബോക്സ് 1ലേക്ക് ടെൻഷൻ ഉണ്ട്. അപ്പൊ ആ ടെൻഷൻ 0 കൊടുത്തു കഴിഞ്ഞാൽ തീരെ ടെൻഷൻ ഇല്ല. അതായത് കറക്റ്റ് ഇങ്ങനെ ആയിരിക്കും ഷേപ്പ്. ഇത് ഫ്രണ്ട് വ്യൂ ആണ് കണ്ടോ. ഞാൻ മൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക കണ്ടോ. ഇനി ഓൾട്ട് പ്രസ് ചെയ്ത് കറക്റ്റ് ഷേപ്പ് തന്നെയാണ് നോക്കുക. F4 പ്രസ് ചെയ്തു കട. ഇങ്ങനെയാണ് അങ്ങനെ പ്രസ് ചെയ്യും. ആ ഒരു മെത്തേഡിൽ നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. അതായത് 2 ബോക്സിലേക്ക് പിക്ക് ചെയ്തിട്ട്. അപ്പൊ ഈ 2 മെത്തേഡ് കൂടെ നമുക്ക് വരയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു വരച്ച ഇതിൽ തന്നെ ഇപ്പൊ നമ്മൾ വരച്ചത് റൗണ്ട് ആയിട്ടുള്ളതാണ്. അതായത് സ്മൂത്തിങ് കഴിഞ്ഞ് കണ്ട റൗണ്ട് ഹോസ് ആണ്. അതായത് ഇപ്പോൾ ഉള്ള ഷേപ്പ് റൗണ്ട് ഹോസ് ആണ്.
അതിൽ ഞാനിപ്പോ എൻഡ് സെറ്റ് 10 കൊടുത്തു, സ്റ്റാർട്ട് അറ്റ് 10ഉം എൻഡ് സെറ്റ് 90 കൊടുത്തു. അതിൽ ഡയാമീറ്റർ 23 പോയിന്റ് ആണ്. അത് നമുക്ക് ഡയാമീറ്റർ കൂട്ടണമെങ്കിൽ ഇവിടുന്ന് ഡയാമീറ്റർ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, സൈഡ് കൂട്ടണമെങ്കിൽ കൂട്ടാം. കണ്ട സൈഡ് മാക്സിമം കൊടുത്തപ്പോ കറക്റ്റ് ഒരു സർക്കുലർ ഷേപ്പ് കിട്ടി. കണ്ട ഇനി നമ്മൾ കുറയ്ക്കുമ്പോ കണ്ട ഇവിടത്തെ ഷേപ്പ് കണ്ട സർക്കിൾ പോണ് കാണാം. കണ്ട സർക്കിൾ പോയി ഏറ്റവും മിനിമം 3 ആണ്. സൈഡിന്റെ എണ്ണം കൂട്ടുമ്പോ കറക്റ്റ് സർക്കിൾ ഷേപ്പ് കിട്ടും. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മാറ്റാൻ പറ്റും. സർക്കിൾ വേണമെങ്കിൽ സൈഡിന്റെ എണ്ണം കൂട്ടാം. നമുക്ക് റെക്ടാങ്കുലർ ഹോസ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. റെക്ടാങ്കുലർ ഹോസ് പറയുമ്പോൾ കണ്ട അതിന്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാം. കണ്ട വിഡ്ത്ത് ഈ ഡയറക്ഷനിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഡെപ്ത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഡെപ്ത് ഇൻക്രീസ് ചെയ്യാം. കണ്ട ഈ 2 ഡയമെൻഷൻ, അതായത് നീളവും വീതിയും. ഈ ഫില്ലറ്റ് കൊടുക്കണമെങ്കിൽ ഫില്ലറ്റ് കൊടുത്ത് വിസിബിൾ ആവണമെങ്കിൽ ആദ്യം Alt F4 പ്രസ് ചെയ്യുക. Alt അല്ല, സോറി, ജസ്റ്റ് F4 കീ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫില്ലറ്റ് കൊടുത്തു. ഫില്ലറ്റ് കൊടുത്തത് നമുക്കിപ്പോൾ വിസിബിൾ അല്ല, കാണുന്നില്ല. നമ്മൾ ഫില്ലറ്റ് ഒരു 0.6 സെന്റിമീറ്ററിലാണ് കൊടുത്തുള്ളത്. അവിടെ ഫില്ലറ്റ് സെഗ്മെന്റും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വിസിബിൾ ആവുന്ന കാണാം. കണ്ട ഈ ഒരു പോർഷനിൽ വിസിബിൾ ആവുന്ന കാണാം. ഫില്ലറ്റ് സെഗ്മെന്റ് പറഞ്ഞ കൊടുത്തുള്ളത്. കണ്ട അപ്പൊ ആ ഒരു ഏരിയ, അതായത് 0.6 സെന്റിമീറ്റർ ആണ് നമ്മൾ കൊടുത്തുള്ളത്. ആ ഒരു ഏരിയയിലാണ് ഫില്ലറ്റ് സെഗ്മെന്റ് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. ഈ 0.6 പകരം നമ്മൾ ലെങ്ത് കൂട്ടുമ്പോൾ അത്ര ഏരിയക്ക് ഈ ഫില്ലറ്റ് സെഗ്മെന്റ് ഡിവൈഡ് ചെയ്ത് പോകുന്ന കാണാം. കേട്ടോ അപ്പൊ ഞാൻ ഫില്ലറ്റ് 1 സെന്റിമീറ്റർ പകരം 2 സെന്റിമീറ്റർ കൊടുത്തു. അപ്പൊ നമ്മൾ ഓൾറെഡി കൊടുത്ത ഈ 18 സെഗ്മെന്റ്സ് അതിന്റെ ഉള്ളിലേക്ക് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പോകുന്നതാണ്. അപ്പൊ നമുക്ക് ന്യൂ സെഗ്മെന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ഫില്ലറ്റ് സെഗ്മെന്റ് അതിന്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു അതിനാണ് ഫില്ലറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് കിട്ടും. കണ്ട ഈ ഒരു ഏരിയ കുറച്ച് സ്മൂത്ത് ആയിട്ട് കിട്ടി. അതിനാണ് ഫില്ലറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്യുന്നത്. പിന്നുള്ളത് റൊട്ടേഷൻ. നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് ഇപ്പൊ വരച്ചിട്ടുണ്ട്, അത് നമുക്ക് റൊട്ടേഷൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് റൊട്ടേഷൻ എമൗണ്ട് കണ്ട എത്രയാണോ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ 45 ഡിഗ്രി കൊടുത്താൽ കേട്ടാ 45 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യും. ഞാൻ അവിടെ തന്നെ 180 ഡിഗ്രി കൊടുത്തിരിക്കുക. അപ്പൊ എങ്ങനെയാണോ റൊട്ടേറ്റ് ചെയ്യേണ്ടത് ആ ഒരു ആംഗിൾ വരച്ചു കൊടുക്കുക, എത്രയാണോ വേണ്ടത്. കണ്ട ഏത് ഡയറക്ഷനിൽ എത്രയാണ് വേണ്ടത് വെച്ചാൽ റൊട്ടേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പിവറ്റ് വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഡി സെക്ഷൻ പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. ഡി സെക്ഷൻ പറഞ്ഞാൽ അതിന്റെ സെക്ഷൻ ഡി ഷേപ്പിലായിരിക്കും. ടോപ്പ് വ്യൂ നോക്കിയാൽ മതി. കണ്ട ഈ ഒരു ഷേപ്പിൽ ഇതാണ് ടോപ്പ് വ്യൂ. ഡി ഷേപ്പിൽ നമുക്ക് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാം. അതേപോലെ ഡെപ്ത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഡെപ്ത് ഇൻക്രീസ് ചെയ്യാം. അതായത് നീളം വീതിയും. പിന്നെ നമുക്ക് ഇവിടെ ഇപ്പൊ 1 2 3 4 റൗണ്ട് ഫേസ് ആണുള്ളത്. 1 2 3 4 കണ്ട റൗണ്ട് സൈഡ്സ്. അത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അവിടെ ഈ ഒരു ഫേസുകൾ എത്ര വേണം അത് ഇൻക്രീസ് ചെയ്യാം. കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്താൽ കറക്റ്റ് ഡി ഷേപ്പ് ആയിരിക്കും. ഈ ഒരു ഏരിയ കറക്റ്റ് സർക്കിൾ ഹെമി സർക്കിളിന്റെ ഒരു ഷേപ്പ് കിട്ടും നമുക്ക്. പിന്നെ ഫില്ലറ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഫില്ലറ്റ് ആഡ് ചെയ്യാം. ഫില്ലറ്റ് ആഡ് ചെയ്തത് എത്ര ഡിസ്റ്റൻസ് ആണ്? ഇപ്പോ 2.1 സെന്റിമീറ്റർ നമ്മൾ ആഡ് ചെയ്തത്. ഇനി അവിടെ നമ്മള് ഫില്ലറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഏരിയയിൽ സ്മൂത്ത് ആവുന്നത് കാണാം. കണ്ട ഈ ഒരു ഏരിയ നോക്കുക, അവിടേക്ക് നമ്മൾ ഫില്ലറ്റ് സെഗ്മെന്റും കൂടി ആഡ് ചെയ്യണം. കണ്ട ഈ ഏരിയയിൽ ഫില്ലറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ അവിടെ സ്മൂത്ത്നെസ് വന്നു. അപ്പൊ 2.1 സെന്റിമീറ്റർ വരെ നമ്മൾ ലെങ്ത് കൂട്ടുകയാണെങ്കിൽ അത്ര ഏരിയക്ക് സെഗ്മെന്റ്സ് പോകുന്നത് കാണാം. കണ്ട ഫില്ലറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്യുക, കൂടുതൽ സെഗ്മെന്റ് ആഡ് ചെയ്ത് അവിടെ സ്മൂത്ത് ആയിട്ട് കിട്ടും. പിന്നെ ഫില്ലറ്റ് എത്ര ലെങ്ത്തിലാണോ വേണ്ടത് അപ്പൊ അത്ര ഏരിയയിലേക്ക് അത് കവർ ചെയ്ത് പോകും. കണ്ടോ അതിനാണ് ഫില്ലറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇത് വീണ്ടും റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേഷൻ ഉണ്ട് കേട്ടോ, എത്ര ഡിഗ്രിയിലാണോ റൊട്ടേറ്റ് ചെയ്യേണ്ടത് അതിന് റൊട്ടേഷൻ ചെയ്യാം. അപ്പം 3 ഓപ്ഷൻ ഉണ്ട്. ഡി സെക്ഷൻ ഹോസ് ഉണ്ട്, റെക്ടാങ്കുലർ ഹോസ് ഉണ്ട്, റൗണ്ട് ഹോസ് ഉണ്ട്. നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് വരയ്ക്കുമ്പോൾ റൗണ്ട് ഹോസ് ആയിരിക്കും. പിന്നെ അതിന്റെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്ലക്സ് സെക്ഷൻസ് നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. പിന്നെ 2 രീതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. ആദ്യം നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് വരയ്ക്കുന്ന മെത്തേഡ് ഫ്രീ ഹോസ് വെച്ചിട്ടുള്ള മെത്തേഡ് ആയിരിക്കും. ബൗണ്ട് ടു ഒബ്ജക്ട് പിവറ്റ്സ് പറഞ്ഞിട്ടുള്ള മെത്തേഡിലാണ് നമ്മൾ 2 ഒബ്ജക്റ്റിലേക്ക് അതിന്റെ പിവറ്റ് പോയിന്റിലേക്ക് മാറ്റുക.
പിവറ്റ് പോയിന്റ് പറഞ്ഞാൽ എല്ലാ ഒബ്ജക്റ്റും നമ്മൾ മൂവ് ചെയ്യാൻ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് വരച്ചു കൊടുത്തുവരിക്കുക. അപ്പൊ നമ്മളൊരു സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് കോൺ എടുത്ത് വരയ്ക്കുക, കോൺ എടുത്ത് വരച്ചു വരയ്ക്കുക. എസ്കേപ്പ് കൊടുത്തു. നമ്മളിപ്പോ ഓൾറെഡി ഡബിൾ മൂവിലാണ് കിടക്കുന്നത്. ഞാൻ വീണ്ടും എസ്കേപ്പ് കൊടുത്തു, സെലക്ഷൻ ടൂളിലേക്ക് കൊടുത്തു. അപ്പൊ ഞാൻ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഞാൻ അതിന്റെ W കൊടുത്താൽ കണ്ട ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാനുള്ള ആ പിവറ്റ് പോയിന്റ് ഇവിടെയാണ് കിടക്കുന്നത്. അതേപോലെ ഈ ഒബ്ജക്റ്റ് കൊടുത്താൽ മൂവ് ചെയ്യാനുള്ള പോയിന്റ് പിവറ്റ് പോയിന്റ് ആണ്. ഈ പോയിന്റ് ആണ് പിവറ്റ് പോയിന്റ്. നമ്മൾ ഹോസ് രണ്ടാമത്തെ മെത്തേഡിൽ വരയ്ക്കുമ്പോൾ ഓരോ ഒബ്ജക്റ്റിന്റെ പിവറ്റ് പോയിന്റ് ഉണ്ട്. അതിലേക്ക് ഈ ഇതിന്റെ ടോപ്പിന്റെ സെന്ററും ഈ ബോട്ടത്തിന്റെ സെന്ററും കൂടി പോകും. അങ്ങനെയാണ് രണ്ടാമത്തെ മെത്തേഡിൽ വരയ്ക്കുന്നത്. പിന്നെ നമുക്ക് ഹോസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഓരോ ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കണം. ഹോസ് ഉപയോഗിച്ച് നമുക്ക് ടേബിൾ ലാമ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഹോസ് കൊടുക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഹോസ്, അതിനുശേഷം ബേസ് വരച്ചു കൊടുക്കുക, അതിനുശേഷം ഹൈറ്റ് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ടോപ്പ് വ്യൂ ഓൺ ആക്കി. ടോപ്പ് വ്യൂ ഓൺ ആക്കിയതിനു ശേഷം നമ്മൾ എക്സ്റ്റെൻഡ് പ്രിമിറ്റീവിന് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് എടുത്തു. നമ്മൾ ജസ്റ്റ് ഒരു കോൺ എടുത്ത് വരയ്ക്കുക. കോൺ എടുത്തതിനു ശേഷം നമ്മൾ ഇതിന് നേരേക്കണ്ട് വരയ്ക്കുകയാണ്. വരച്ചു. അതിനുശേഷം ഓൾട്ട് പ്രസ് ചെയ്ത് നമ്മൾ ഹൈറ്റ് കൊടുത്തു. ഹൈറ്റ് കൊടുത്തതിനു ശേഷം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൊടുത്തു. ഇനി ഫ്രണ്ട് വ്യൂ ഓൺ ആക്കി. ഫ്രണ്ട് വ്യൂ ഓൺ ആക്കിയതിനു ശേഷം F3 നെക്കി. അതിനുശേഷം മൂവ് ചെയ്യാൻ W പ്രസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വെക്കുക. അതിനുശേഷം എഡിറ്റ് ചെയ്യുക. സ്കെയിൽ ചെയ്യണമെങ്കിൽ സ്കെയിൽ ചെയ്യുക. ഇതും സ്കെയിൽ ചെയ്യണമെങ്കിൽ ഒന്ന് സ്കെയിൽ ചെയ്ത് വെക്കുക. ടോപ്പ് വ്യൂ ഓൺ ആക്കുക. ഇങ്ങനെ നമുക്ക് ടേബിൾ ലാമ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഹോസ് യൂസ് ചെയ്യാം. അതേപോലെ ഇതിലുള്ള ഷേപ്പുകൾ എക്സ്റ്റെൻഡ് പ്രിമിറ്റീവിലും സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവിലുള്ള ഷേപ്പുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു പുതിയ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് അതിനാണ് ഇതൊക്കെ യൂസ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സ്റ്റെൻഡ് പ്രിമിറ്റീവിലെ പ്രിസം എന്ന ഓപ്ഷനെ കുറിച്ചാണ്. അതിനായി ആദ്യം നമ്മൾ കമാൻഡ് പാനലിൽ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് രണ്ടാമത്തെ ഓപ്ഷനായ എക്സ്റ്റെൻഡ് പ്രിമിറ്റീവ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രിസം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് രണ്ട് രീതിയിൽ വരയ്ക്കാം. ക്രിയേഷൻ മെത്തേഡ്, ഐസോസെലസ് ഉണ്ട്, ബേസ് ആൻഡ് അപെക്സ് മെത്തേഡ് ഉണ്ട്. പ്രിസം എന്ന് പറഞ്ഞാൽ 3 വശം ഉണ്ടായിരിക്കും. ബേസ് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും. അപ്പൊ നമ്മൾ ബേസ് ഒരു അപെക്സ് എന്ന മെത്തേഡാണ് വരയ്ക്കുന്നത്. അപ്പൊ ആദ്യം ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു, അതായത് മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യും. ഡ്രാഗ് ചെയ്തതിനു ശേഷം രണ്ടാമത്തെ പോയിന്റ് എവിടെയാണോ വേണ്ടത് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ മൂന്നാമത്തെ പോയിന്റ് എവിടെയാണോ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക, അതായത് എവിടേക്കാണോ വേണ്ടത്. അതിനുശേഷം ഹൈറ്റ് കൊടുക്കുക. ഇതാണ് ആദ്യത്തെ മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞാൽ ഐസോസെലസ് ആണ്. ഐസോസെലസ് പറഞ്ഞാൽ ബേസിലെ ട്രയാങ്കിളിലെ രണ്ട് വശങ്ങൾ ഈക്വൽ ആയിരിക്കും. അതായത് കണ്ട രണ്ട് വശം ഈക്വൽ ആയിരിക്കും. സൈഡ് 2 ഉം സൈഡ് 3 ഉം കണ്ട ഈക്വൽ ആയിട്ട് പോകുന്നു. അപ്പൊ നമ്മളെ ഈക്വൽ അല്ലാത്ത വശം നമ്മൾ എത്രയാണോ വേണ്ടത് അതാണ് നമ്മൾ മൗസ് ആയിട്ട് ചെയ്യുമ്പോൾ മാറ്റാൻ പറ്റുന്നത്. അതായത് ആദ്യം പോയിന്റ് ക്ലിക്ക് ചെയ്തു, ഈക്വൽ അല്ലാത്ത വശല്ലേ അതാണ് നമുക്ക് മൗസ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുക. മറ്റേത് അതിനനുസരിച്ച് മാറുന്നത് കാണാം. അപ്പൊ നമ്മൾ രണ്ടാമത്തെ പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നേരെ ഹൈറ്റ് ക്ലിക്ക് ചെയ്തു. നമ്മൾ ആദ്യത്തെ മെത്തേഡിൽ മൂന്നാമത്തെ പോയിന്റും കൂടി മൗസ് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഐസോസെലസിൽ രണ്ട് വശം ഈക്വൽ ആയതുകൊണ്ട് അടുത്ത് ഹൈറ്റ് കൊടുക്കുക. കണ്ട ഇവിടെ സൈഡ് 2 ഉം സൈഡ് 3 ഉം ഈക്വൽ ആണ്. ഞാൻ ഈ ഒരു വ്യൂ പോർട്ട് വലുതാക്കാൻ വേണ്ടി ഓൾട്ട് W കൊടുത്തു. സൂം ചെയ്തു. ഇതാണ് നമ്മൾ വരച്ച രണ്ട് പ്രിസത്തിന്റെ മെത്തേഡ്. നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ ഒരു പ്രിസമാണ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ പ്രിസം സെലക്ട് ചെയ്തു. അതിനുശേഷം മോഡിഫൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മോഡിഫൈ എന്ന ഓപ്ഷനിൽ നമ്മൾ സെലക്ട് ചെയ്ത പ്രിസം ഇതാണ്. നമുക്ക് ഇതാണ് എഡിറ്റ് ചെയ്തെങ്കിൽ ഈ പ്രിസം എഡിറ്റ് ചെയ്യുക. അതിനുശേഷം ലെങ്ത് സൈഡ് 1ന്റെ ലെങ്ത് കൂട്ടണമെങ്കിൽ കൂട്ടാം, സൈഡ് 2ന്റെ ലെങ്ത് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. സൈഡ് 3യുടെ ലെങ്ത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. പിന്നെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇൻക്രീസ് ചെയ്യാം. പിന്നെ സൈഡ് 1ന്റെ സെഗ്മെന്റ് കാണണമെങ്കിൽ F4 ഓൺ ആക്കി ഇടുക. അതിനുശേഷം സൈഡിന്റെ സെഗ്മെന്റ് സൈഡ് 1ന്റെ സെഗ്മെന്റ്സ് 1ന്റെ സെഗ്മെന്റ്സ്
കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്ന കാണാം. സൈഡ് 2 സെഗ്മെന്റ്സ് കണ്ട ആ ഏരിയക്ക്, അതായത് സൈഡ് 1 പറഞ്ഞാൽ ഇത്ര ഏരിയയിലേക്കാണ് സെഗ്മെന്റ് ആഡ് ആവുന്നത്. സൈഡ് 2 പറയുമ്പോൾ ഈ മേലത്തെ ട്രയാങ്കിൾ കറക്റ്റ് 3 ഡിവൈഡ് ചെയ്യുന്ന പോലെ കണ്ട. സൈഡ് 1 സെഗ്മെന്റ് ഇവിടെ ആഡ് ചെയ്തു, സൈഡ് 2 സെഗ്മെന്റ് അവിടെ ആഡ് ചെയ്തു. ഇനി കറക്റ്റ് 1 സെഗ്മെന്റ് മതിയെങ്കിൽ ജസ്റ്റ് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി സെഗ്മെന്റ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. സൈഡ് 3 സെഗ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ കണ്ട ഈ ഒരു ഫേസിൽ സെഗ്മെന്റ് ആഡ് ചെയ്യുന്നത് കാണാം. പിന്നെ ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ ഹൈറ്റിൽ സെഗ്മെന്റ് ആഡ് ആവുന്നത് കാണാം. കണ്ട ഹൈറ്റിൽ ആഡ് ചെയ്യുമ്പോൾ 3 വശത്തിൽ എറ്റ് എ ടൈമിൽ സെഗ്മെന്റ്സ് ആഡ് ചെയ്യുന്നത് കാണാം. ഹൈറ്റ് സെഗ്മെന്റ് കണ്ട, ഹൈറ്റ് സെഗ്മെന്റ് ഇതാണ് ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് പ്രിസത്തിൽ നമ്മൾ സെഗ്മെന്റ് ആഡ് ചെയ്യാം. 3 ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയാണ് നമുക്ക് പ്രിസത്തിൽ പഠിക്കാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.